2 കന്യാസ്ത്രീകളെ ദുർഗില് ജയിലിലടച്ചിരിക്കുകയാണ് കൊടും ക്രിമിനലുകളൊപ്പം. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമനകളിൽ കയറി നിറയുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ. നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മാടിത്തരം കാണിച്ചിട്ട് വെറുതെ വർത്തമാനം പറയുന്നത്, അതാണ് അതിൻ്റെ മറുപടി. അതിനകത്ത് കിടക്കുന്ന 2 സ്ത്രീകളില്ലേ, കന്യാസ്ത്രീകൾ. ആ കന്യാസ്ത്രീകൾ, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അമ്മയോട് ഇങ്ങനെ പെരുമാറോ BJP? അപ്പം ലജ്ജയുണ്ട്. എന്നിട്ട് വന്ന് ഷോഫ് വർത്തമാനം പറയല. ആ ഷോയും കയ്യിൽ വെച്ചിരുന്നത് BJPക്കാർ. 1893 അങ്ങ് 7ാം കടലിനക്കരെ ചിക്കാഗോ എന്നൊരു ദേശത്ത് ആ ജ്ഞാനഗുരു മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു മഹാപ്രസംഗമുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സഹോദരീ സഹോദരന്മാരായി മാത്രം കാണാൻ കഴിയുന്നത് തങ്ങൾക്ക് മാത്രമാണെന്ന് ഊറ്റം കൊള്ളാൻ കഴിയുന്ന ഇന്ത്യ എന്ന ഇടം. എന്നാൽ ലജ്ജയില്ലാത്തവരുടെ കാളകൂട സംഘം തൻ്റെ നാട്ടിൽ പിൽക്കാലത്ത് രൂപം കൊള്ളുമെന്ന് ആ മഹാമനീഷി കരുതിയിട്ടുണ്ടാകില്ല. സർവമതസാരവും ഒന്നാണെന്നർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും സഹോദരീ സഹോദരന്മാരായി കാണുന്ന ഒരു വിശ്വാസധാരയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് താൻ ചിക്കാഗോയിലെ എത്തിയതെന്നും ആ സന്യാസി വര്യൻ പാശ്ചാത്യ ലോകത്തോട് അന്ന് പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ്റെ ആ വാക്കുകളെയാണ് ലോകത്തെമ്പാടുമുള്ള മതപരിവർത്തനത്തിനായി കൂടി ശ്രമങ്ങൾ നടത്തുന്ന എണ്ണമറ്റ ഹിന്ദു മിഷണറിമാർ ഇപ്പോഴും ദുരുപയോഗം ചെയ്യുന്നത്. തങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് ഏതോ സാർവലൗകികമായ മഹാദർശനമാണെന്ന് ഊറ്റം കൊള്ളുന്നവരാണ് ലോകത്തെല്ലായിടത്തുമുള്ള ഹിന്ദുമത പ്രബോധനം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ സംഘടനകൾ ചെയ്യുന്നത്. സമ്പൂർണമായ അഭിപ്രായ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഹിന്ദുത്വ സംഘടനകൾ മതപ്രചാരണം നടത്തുന്നത്. ആ സാർവലൗകിക ദർശനത്തിൻ്റെ പിതൃഭൂമി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിൽ എല്ലാറ്റിനെയും സ്വീകരിക്കാനും എല്ലാ വിശ്വാസങ്ങളുടെയും നന്മകളെ സാംശീകരിക്കാനും കഴിയുന്നത് തങ്ങൾക്ക് മാത്രമാണെന്നും മറ്റെല്ലാ വിശ്വാസ പ്രമാണങ്ങളും ഇതര വിശ്വാസങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്നവരാണെന്നും പ്രചരിപ്പിക്കുന്ന പരിവാർ പരിഷകളാണ് നിന്ദിതർക്കും പീഡിതർക്കും കുഷ്ഠരോഗികൾക്കും നിരാലംബർക്കും അശരണർക്കുമായി സേവന ശുശ്രൂഷകളിൽ ഏർപ്പെട്ട 2 മലയാളി സന്യാസിനിമാരെ അഥവാ കന്യാസ്ത്രീകളെ കണ്ട് ഞെട്ടിവിറച്ചുപോയത്. കൊല്ലും കൊലയും ആൾക്കൂട്ടാക്രമണങ്ങളും നടത്താൻ പരിവാരം പോറ്റി വളർത്തുന്ന ബജ്രംഗ് ദൾ എന്ന കൊടും വിഷജീവികളാണ് 2 സ്ത്രീകളെ കണ്ട് ഹാലിളകി തങ്ങളുടെ വിശ്വാസം അപകടപ്പെടുമെന്ന് മോങ്ങിക്കരഞ്ഞത് അഥവാ മോദിത്തേങ്ങിയത്. തല്ലാനും കൊല്ലാനും തെല്ലും മടിയില്ലാത്ത ആ കാപാലിക സംഘം അവർ നിയന്ത്രിക്കുന്ന പോലീസിനെയും ഇത്തവണ ഉപയോഗിച്ചു. നീതിയും ന്യായവും നിയമവും ബജ്രംഗ് ദൾ തീരുമാനിക്കുന്ന നാട്ടിൽ ആ സന്യസ്തർ അറസ്റ്റിലാവുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തിട്ട് 6 ദിവസം ഇതാ പിന്നിടുന്നു. ഇപ്പോഴും അവിടെ 40% ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ പോലും പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ നിർലജ്ജം നിർദയം ആ ബജ്രംഗ് ദളിൻ്റെ ആൾക്കൂട്ട കാബാലികതയ്ക്കും BJPയുടെ ഭരണകൂട ഭീകരതയ്ക്കും ചുട്ടുപിടിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. രാജ്യത്തെമ്പാടും നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ വീറുറ്റ പ്രതിരോധം തീർക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സംഘം അവിടെ എത്തി. കണ്ടേ മടങ്ങൂ എന്ന് അവർ പ്രഖ്യാപിച്ചു. കണ്ടു, ഹൃദയഭേദകമായ അവരുടെ വാക്കുകൾ കേട്ടു, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 6ാം ദിനവും അവർ ജയിലിൽ തുടരുകയാണ്. മജിസ്ട്രേറ്റ് കോടതി വിധിയിൽ ജയിലിൽ കഴിയുന്ന അവർ പക്ഷേ ജാമ്യത്തിനായി NIA കോടതിയിലേക്ക് പോകണം പോലും. ഈ വിധ്വംസക കാലത്ത് പരിവാർ സർക്കാരുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നീതിപൂർവമായ വിധി പ്രതീക്ഷിക്കുന്നത് കുറ്റകൃത്യമാണെന്നറിയാമെങ്കിലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും സാർവലൗകികമെന്നും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതെന്നും സഹിഷ്ണുത എന്നുമുള്ള ജീർണ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ വഴി വരുമല്ലോ പരിവാർ പരിഷകളെ നിങ്ങൾ. കൂടെ കേക്കും കിരീടവും ഉണ്ടാകുമല്ലോ അല്ലേ? നമുക്ക് ചർച്ച ചെയ്യാം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യം അതിഥികളെ പരിചയപ്പെടാം. മുതിർന്ന CPIM നേതാവ് A. സമ്പത്ത്, ഫാദർ കുര്യക്കോസ് മുണ്ടാടൻ, എറണാകുളം അങ്കമാലി അതിരൂപത, ഡോക്ടർ TS ശ്യാംകുമാർ, സാമൂഹിക നിരീക്ഷകൻ, ഒപ്പം BJP സഹയാത്രികൻ ആയ മിഥുൻ വിജയകുമാർ. ആദ്യം ശ്രീ മിഥുൻ വിജയകുമാറിലേക്ക്. ശ്രീ മിഥുൻ വിജയകുമാർ, ഛത്തീസ്ഗഡിൽ ആ 2 കന്യാസ്ത്രീമാർ NIA കോടതിയെ ഇനി ജാമ്യത്തിനായി സമീപിക്കണം. അവർക്ക് മേൽ
ചുമത്തിയ കുറ്റം BNS പ്രകാരം സെക്ഷൻ 143 അതായത് ട്രൈബൽ ഏരിയയിൽ നടത്തുന്ന മതപരിവർത്തനം എന്ന കുറ്റകരമായ വകുപ്പാണ് ചേർത്തത്. പക്ഷേ അവർ ജയിലിൽ കഴിയുന്നത് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൻ്റെ പ്രകാരമാണ്. പക്ഷേ അവർക്ക് ഇനി ജാമ്യം ലഭിക്കണമെങ്കിൽ NIA കോടതിയിലേക്ക് പോകണം. ഈ വൈരുദ്ധ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മിഥുൻ, എങ്ങനെ കാണണം ഇതിനെ കേരളത്തിൽ ഇരുന്നുകൊണ്ട്? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ BJP സഹയാത്രികനല്ല. കാരണം BJPക്ക് ഈ വിഷയത്തിൽ പല ആംഗിളാണുള്ളത്. ഇപ്പം എൻ്റെ നിലപാട് BJPയുടെ നിലപാടിനോട് ചേരുന്ന ഒന്നല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതിനു മുമ്പ് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ താങ്കളോട് വളരെയധികം പറയാനുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇന്ന് ഞാൻ വായിച്ചൊരു വാർത്തയാണ് ഹിന്ദുവിൽ വന്ന്. അതിൽ പറഞ്ഞത് തൃശൂർ കോർട്ട് അക്വിറ്റ്സ് 2 nuns ഇൻ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ്. അത് ജഡ്ജ് കമനീസിന്റെ കോടതിയാണ് ഇവരെ വെറുതെ വിടുന്നത്. അതായത് സമാനമായൊരു കേസാണ്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ 2 കന്യാസ്ത്രീകളെ തൃശൂർ കോടതി വെറുതെ വിട്ടയക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്തവരാണ് പിണറായി വിജയന്റെ GRP. അവർക്ക് നേരിട്ട വകുപ്പുകൾ ഏതാണ്? ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ വകുപ്പുകളാണ്. 371, 372, 375 IPCയുടെ 2022 ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ 2 കേസുകളിൽ ഒരു വ്യത്യാസവുമില്ല. അതായത് രണ്ടും കന്യാസ്ത്രീകളാണ്. ഒന്ന് ധൻബാദ് ആലപ്പി എക്സ്പ്രസിൽ വന്നിട്ട് 3 പെൺകുട്ടികളെയും കൊണ്ട് ഇറങ്ങുന്ന, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന 2 കന്യാസ്ത്രീകളാണ്. അവരെ നമ്മുടെ കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഒരു എന്താ പറയുക, ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ എന്താ പറയുക റിപ്പോർട്ട് പ്രകാരം അവർ പോയിട്ട് പരാതിപ്പെടുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. രണ്ടും സെയിം കേസുകളാണ്. ഇന്നലെ 29-ാം തീയതി തൃശ്ശൂർ കോടതി അവരെ വെറുതെ വിടുന്നു. ഈ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള വകുപ്പുകളെല്ലാം തന്നെ എന്താ പറയുക പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അവിടെ ഈ പറഞ്ഞ പോലെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും, അതായത് അവരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോവുകയല്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കോടതി അവരെ വിട്ടയക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്യപ്പെടാത്തത്? ഇവിടെ എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് വന്നിട്ടൊരു പിണറായി വിജയനെതിരെ സംസാരിക്കാത്തത്? അല്ലെങ്കിൽ ഇങ്ങനൊരു മിഥുൻ വിജയകുമാർ, കാര്യങ്ങളെ മറ്റൊരു രീതിയിലേക്ക് താങ്കൾ ബോധപൂർവം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് എത്താം. തൃശ്ശൂരിലെ സംഭവത്തിന്റെ വസ്തുതയെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്കറിയില്ല. അത് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ആകില്ല. കാരണം അത് പറഞ്ഞൊരു പരാതിയും പ്രതിഷേധവും ഇവിടെ നടന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഛത്തീസ്ഗഡിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. കാരണം അതിന് കാരണമുണ്ട്. ശ്രീ മിഥുൻ, ഞാൻ പറയട്ടെ, ഇവിടെ ഇത്തരത്തിലൊരു നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു കോലാഹലവും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടായിട്ടില്ല. അവിടെ ഛത്തീസ്ഗഡിൽ നടന്നത് എന്താണ്? ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ അവിടെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു, അവരെ ആക്രമിക്കുന്നു, എന്നിട്ട് അവരെ ജയിലിലിടുന്നു, ഇല്ലാത്ത വകുപ്പുകൾ എഴുതി ചേർക്കുന്നു. അപ്പോഴും ആ കന്യാസ്ത്രീകൾ പറയുന്നു തങ്ങൾ ആരെയും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, തങ്ങൾ ആരെയും മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴും അവർ ഈ 3 സ്ത്രീകളും ഒരു പുരുഷനും അടക്കമുള്ള 4 പേർ അവരിപ്പോഴും പറയുന്നത് കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അവർക്ക് അവരുടെ മൊഴി മാറ്റാനുള്ള സമ്മർദ്ദം ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ പേരിൽ നടത്തുന്നു. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി രംഗത്തെത്തി പറയുന്നു അവർ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തിയെന്ന്. ഇങ്ങനെയുള്ള ഒരു ഭീകരമായ അന്തരീക്ഷമുണ്ട്. 6-ാം ദിവസത്തിൽ അവർ ജയിലിൽ തുടരുമ്പോൾ അതിലേക്ക് എത്തൂ വിജയകുമാർ. അത് തന്നെയാണ് സാർ. ഒന്ന് കേൾക്കൂ. രണ്ടും സമാനമായ കേസുകളല്ലേ? 2 കന്യാസ്ത്രീകൾ ഉൾപ്പെട്ട വിഷയമാണ് തൃശ്ശൂരിലുള്ളതും ഛത്തീസ്ഗഡിലുള്ളതും. 2ലും 3 പെൺകുട്ടികളുടെ വിഷയമാണ്. ഒന്നില് കേരള പോലീസ് കേസെടുക്കുന്നു, ഒന്നില് ഛത്തീസ്ഗഡിലെ പോലീസ് കേസെടുക്കുന്നു. കേരള പോലീസ് കേസെടുത്താൽ അതിൽ പ്രശ്നമില്ല, കോലാഹലമില്ല, മാധ്യമങ്ങൾക്ക് അറിയില്ല. താങ്കൾക്ക് ആ വാർത്ത തന്നെ അറിയില്ല. ഹിന്ദുവിലും മാതൃഭൂമിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണ്. താങ്കൾ വായിച്ചോളൂ, സൗകര്യപ്രദമായിട്ട് വായിച്ചോളൂ. പക്ഷേ ഇതാണ് ഇവിടുത്തെ തൃശ്ശൂർ കഴിഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് പോയാൽ ഛത്തീസ്ഗഡിലെ മെറിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. ഛത്തീസ്ഗഡിലെ മെറിറ്റിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇരട്ടത്താപ്പും ചർച്ച ചെയ്യണ്ടേ? അതേപോലെ തന്നെ അത് കഴിഞ്ഞല്ലോ. അതാണ്. അതായത് ഛത്തീസ്ഗഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ വേട്ട, കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ വേട്ടയൊന്നുമല്ല. അത് മാധ്യമങ്ങൾക്കും അറിയില്ല, ഇവിടുത്തെ സഭകൾക്കും പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. ജോൺ ബ്രിട്ടാസ് മിണ്ടില്ല, ആരും മിണ്ടില്ല. പിണറായി വിജയനെതിരെ ഈ രാജീവ് ചന്ദ്രശേഖർ പോലൊരു ഒരു വാചകം പറയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് കേരളത്തിൽ ഇതേ സമാനമായ സെയിം ടു സെയിം കേസാട്ടോ, വെച്ച് മാറ്റാൻ പറ്റിയ കേസുകളാണ്. ഒരു കേസിൽ അവരെ വെറുതെ വിട്ടു കഴിഞ്ഞു. അതായത് ഇന്നലെ കോടതി വെറുതെ വിട്ടു. എന്നിട്ട് പോലും ഇവിടെ ക്രിസ്ത്യൻ സഭകൾ പിണറായി വിജയന്റെ സർക്കാരിന് നേരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ താങ്കൾ ഈ പറയുന്ന വാദം BJP പോലും ഉന്നയിക്കാത്തതാണ്. BJP പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് താങ്കൾക്ക് തുടരാം ഛത്തീസ്ഗഡിലേക്ക്. അല്ല, താങ്കൾ ഈ പറയുന്ന കാര്യം ഇപ്പൊ ഇവിടെ BJP ഉന്നയിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കണം എന്നല്ല ഞാൻ പറഞ്ഞ. ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു അലസതയെക്കുറിച്ചാണ്. ഈ വാർത്തയിൽ എന്തുകൊണ്ട് കേരള സർക്കാരിനെ വിമർശിക്കുന്നില്ല? ഈ വാർത്ത എന്തുകൊണ്ട് പ്രോപ്പറായി കൈരളി റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല? അപ്പം അങ്ങനെയുള്ള മിഥുൻ, ഇത് സഭകൾ ആ അർത്ഥത്തിലൊരു പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട് BJP ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഉന്നയിച്ചിട്ടില്ല. താങ്കൾ ഇതിപ്പോൾ ഉന്നയിക്കുകയാണ്. മാത്രമല്ല, ഏതെങ്കിലും കേസുകൾ എടുക്കുന്നതിനാണോ ഇവിടെ പ്രശ്നം?
അല്ല, ഏതെങ്കിലും കേരളത്തിലെ കേസുകളോ നിയമനീതിയോ നടപ്പാക്കുന്നതിനാണോ പ്രശ്നം? ഞാൻ ഇവിടെ ഇല്ലാത്ത താങ്കളോട് കഥകൾ പറഞ്ഞ് പറയുന്നത് രണ്ട് കന്യാസ്ത്രീമാരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കി പോലീസ് ഒപ്പം ചേർന്ന് അവരെ എല്ലാ വകുപ്പുകൾ ചേർത്ത് അകത്തിടുന്നു. ഇപ്പോൾ നോക്കൂ, മജിസ്ട്രേറ്റ് സമാനമായ കോടതിയുടെ വിധി സെയിം പ്രകാരം വകുപ്പുകളാണ് ജയിലിൽ ഇവിടെ കഴിയുന്ന ചർച്ച അവർക്ക് ഇനി ജാമ്യം കിട്ടണമെങ്കിൽ NIA കോടതിയിൽ പോകണമെന്ന് വിചിത്രമായ വാദങ്ങൾ. അതിന്റെ ലീഗാലിറ്റി എന്താ വെച്ചാൽ, ഇന്റർ സ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് വന്നു കഴിഞ്ഞാൽ അത് NIA കോടതിക്കാണ് റെഫർ ചെയ്യുക. അതൊരു ലീഗൽ പ്രൊസീജിയറാണ്. അതിൽ കേസ് എടുക്കാനോ അല്ലെ അതിൽ വിചാരണ പക്ഷെ അവർ ജയിലിൽ കഴിയുന്നതോ? അപ്പോൾ അവർ ജയിലിൽ NIA കഴിയുന്നതോ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമല്ലേ? അല്ല, അത് ജുഡീഷ്യൽ കസ്റ്റഡിയല്ല, അന്വേഷണത്തിന് വേണ്ടി. അത് പോട്ടെ, ആയിക്കോട്ടെ, അത് ശരിയാണ്. അപ്പൊ അല്ല, ഇത് ഞാൻ പറയുന്നതല്ല, ഇത് കോടതി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. അല്ല, ഈ ട്രൈബൽ രംഗത്തുള്ള മതപരിവർത്തനമാണ്. ഇത്തരത്തിൽ IPC നേരത്തെ 370 വകുപ്പായിരുന്നു, ഇപ്പോൾ അത് BNS സെക്ഷൻ 143 പ്രകാരമാണ്. അപ്പോൾ NIA പോകും. താങ്കൾ പറഞ്ഞ അത് ശരിയാണ്. നമുക്ക് ഇതിന്റെ സോഷ്യോ പൊളിറ്റി ചർച്ച ചെയ്യണ്ടേ? അതിലേക്ക് എത്തുന്നില്ല മിഥുൻ ഇതുവരെ. എത്ര സമയമായി? ഞാൻ താങ്കളോട് വളരെ കൃത്യമായിട്ട് രണ്ട് സമാനമായ കേസുകളുടെ കാര്യം പറയുന്നു. ഒന്ന് തൃശ്ശൂർ നടന്നത്, ഒന്ന് ഛത്തീസ്ഗഡ് നടന്നത്. താങ്കൾക്ക് ഛത്തീസ്ഗഡ് മാത്രം മതി, തൃശ്ശൂർ വേണ്ട. കാരണം അവിടെയും ഇതേപോലെ കന്യാസ്ത്രീകളാണ് അറസ്റ്റ് ആയത്. അവിടെയും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ വകുപ്പാണ് ചാർത്തിയത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കന്യാസ്ത്രീകൾക്ക്, അതായത് അവരെ വിട്ടയച്ചു, അവരങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. എന്നിട്ട് പോലും താങ്കൾക്ക് ആ വാർത്തയെക്കുറിച്ച് അറിയുക പോലുമില്ല. അതാണ് താങ്കളുടെ ഇരട്ടത്താപ്പ്. അപ്പൊ താങ്കളുടെ ഇരട്ടത്താപ്പ് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഇനി ഛത്തീസ്ഗഡ് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ അവിടെ ഈ പറയുന്ന ഇന്റർ സ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഒരു കേസ് ആയതുകൊണ്ടാണ് NIA കോടതിക്ക് അത് റെഫർ ചെയ്തത്. അത് ജഡ്ജി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ഞാൻ എന്താ പറയുക, എനിക്ക് ഈ വിഷയത്തിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു ഭാഗം ചേരണമെന്നോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കെതിരെയോ അങ്ങനെ ഒരു പൊസിഷൻ അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തതെങ്കിൽ ഈ കേസിന്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തിക്ക് നേരെയും നിയമ നടപടികൾ സ്വീകരിക്കണം. അവിടുത്തെ എന്താ പറയുക, ഈ നിയമ പ്രകാരം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഈ കൺവേർഷൻ ലോ ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് കേസാണോ എന്ന് അന്വേഷിച്ചിട്ട് അത് കോടതിയിലൂടെ തന്നെ വരണം ആ ഉത്തരവ്. അല്ലാതെ നമുക്ക് മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ലല്ലോ. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമത്തിന്റെ വഴിക്ക് അത് പോകുകയും വേണം. അപ്പോൾ സാധാരണ ഈ പറഞ്ഞ എന്താ പറയുക, മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇരയ്ക്കൊപ്പല്ലേ നിൽക്കുക. ഇവിടെ ഇര എന്ന് പറഞ്ഞ ആരാണ്? ആ ഒരു പരാതിക്കാരി ഉണ്ട് അതിൽ. അവൾ പറയുന്നത് എന്താണ്? എന്നെ ഇവിടെ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് അവരുടെ അനുവാദമില്ലാതെ അവരെ കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അനുവാദമില്ലാതെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പോലീസ് അതാണ് കള്ളമൊഴി. അതായത് അവരാദ്യം പറഞ്ഞത്, ഈ പെൺകുട്ടികൾ ആദ്യം പറഞ്ഞത് അവരുടെ ഇഷ്ടപ്രകാരമാണ്, അവർ ക്രിസ്തീയ സമുദായത്തിൽ പിറന്നവരാണ്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത്, അവരെ സഹായിക്കാനാണെന്നുള്ളതാണ്. പിന്നീട് ഈ 3 പെൺകുട്ടികളെ മാറ്റി നിർത്തി പോലീസിൻ്റെ ഒപ്പം സർക്കാരിൻ്റെ, ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവിടെ കാര്യങ്ങൾ നയിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കോടതിക്ക് മുമ്പിൽ നടന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ വന്ന് സിന്ദാബാദ് വിളിക്കുകയാണ്. ജാമ്യം കൊടുക്കാൻ അനുവദിക്കില്ല, കൊടുത്ത് പുറത്തിറങ്ങിയാൽ പ്രശ്നമുണ്ടാക്കുമെന്ന് നീതിന്യായ വ്യവസ്ഥ പരസ്യമായി കോടതി വളപ്പിൽ വെല്ലുവിളിക്കുകയാണ്. അല്ല, ഇവിടെ ഏതെങ്കിലും ഒരു സംഘടന പ്രതിഷേധിക്കുന്നത് എന്ത് ഭയങ്കരമായി ഉയർത്തിക്കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ SFIയും CPM ഒക്കെ കാണിക്കുന്ന കോലാഹലങ്ങളൊക്കെ നമ്മൾ പല ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ താങ്കൾക്ക് വിഷയത്തിലേക്ക് വരണ്ട. താങ്കൾക്ക് മറ്റെല്ലാം സംസാരിക്കണം, ഇത് ഒഴികെ ബാക്കിയെല്ലാം സംസാരിക്കണം. ഞാൻ പറയുന്നൊരു കാര്യം, താങ്കൾക്ക് ഈ വിഷയത്തിൽ കുട്ടികളുടെ മതം ഏതായിരുന്നു താങ്കൾക്ക് എങ്ങനെ അറിഞ്ഞത്? എനിക്കറിയില്ല. ഞാൻ അവരുടെ ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ ആദ്യഘട്ടത്തിലെ മൊഴികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്ത് അവരെ നിർത്തിയത് എന്തിനാണ് അവരെ അങ്ങനെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്ത്? അവരുടെ മൊഴിയുടെ മീൻസ് ഏതെങ്കിലും ഒരു ഭാഗം എവിടെയെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയാമോ അവരുടെ മതം ഏതായിരുന്നു എന്ന്? ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതി, താങ്കൾ വൺ സൈഡായി മാത്രം പരിശോധിച്ചതുകൊണ്ടാണ്. അവർ കൃത്യമായി പറഞ്ഞു അവർ ക്രൈസ്തവ വിശ്വാസികളാണ്. അവർ ആദ്യം പറയുന്ന വാക്കുകൾ അടക്കമുള്ളവ ആദ്യം നൽകപ്പെട്ടിരുന്നു. മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഘട്ടത്തിൽ. വിജയകുമാർ, അജിംഷാദ്, മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഈ പറയുന്ന കുട്ടികളെ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതിലൊരു കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ താല്പര്യപ്രകാരമല്ല അവരെ കൊണ്ടുപോകുന്നത്. അതാണ് മാധ്യമങ്ങൾ. അത് BJP അനുകൂല മാധ്യമങ്ങൾ പറഞ്ഞതായിരിക്കും. പക്ഷെ മുഖ്യധാരയിലെ മുഴുവൻ മാധ്യമങ്ങളും പറഞ്ഞതും ഇതൊക്കെ ലൈവായി നമ്മൾ കണ്ടതുമാണ്. ഇതിൽ അല്ല, മാതൃഭൂമി BJP അനുകൂല മാധ്യമമാണെന്ന് എനിക്കറിയില്ല. കാരണം മാതൃഭൂമിയുടെ ആദ്യത്തെ റിപ്പോർട്ട് ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. എനിക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാനില്ല. ഞാൻ ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്. ഇവരെ നിയമപരമായി മതപരിവർത്തനത്തിൻ്റെയോ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെയോ എന്തെങ്കിലും തെളിവുകൾ ഇവർക്ക് മേലുണ്ടോ?
അതിലിപ്പം തൽക്കാലം ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ആംഗിൾ വന്നത്. കാരണം അവരുടെ അനുവാദ പ്രകാരം അല്ലാതെയാണ് അവരെ അവിടെ നിന്ന് കടത്താൻ നോക്കിയത് എന്നാണ് അവർ പറഞ്ഞത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നമുക്കറിയുള്ളൂ. കാരണം ഇനി അവിടെ ഒരു ലീഗൽ പ്രോസസ്സിലൂടെ ഒരു ട്രയലിലൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാൻ പറ്റുക. അല്ലാതെ ഇപ്പൊ വന്നുകൊണ്ട് അവർ ആർക്കും ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട്. കാരണം ആദ്യം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു, 2 ദിവസം കഴിഞ്ഞ് മറ്റൊരു കാര്യം പറയുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കുട്ടികൾ വരുന്നത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നാണ്, നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ക്രിസ്ത്യാനിറ്റി വളരെ റെയർ ആണ്, അവിടുത്തെ ക്രിസ്ത്യൻ പെർസെന്റേജ് വളരെ കുറവാണ്. കൂടുതൽ ആളുകളും അവിടെ ഒരു ഹിന്ദു റിലീജൻ അല്ലെങ്കിൽ സാരണൈസമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം അതിൽ ഏതാണ് അവരുടെ റിലീജൻ എന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, താങ്കൾ പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഈ അനൂപ് ആന്റണി, അതായത് ഛത്തീസ്ഗഡിലെത്തിയ BJP പ്രതിനിധി, ഇവരോട് ഇന്ന് പറഞ്ഞത് ഈ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല, ജാമ്യം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നായിരുന്നു BJPയുടെ വാഗ്ദാനമുണ്ടായിരുന്നത്. BJPയുടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പറയുന്നതും കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് 2 വാക്കുകളായിരുന്നു. ആ വൈരുദ്ധ്യം നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഇന്ന് ഇവർക്ക് നൽകി അതിൽ വിശ്വസിച്ചിരുന്ന ഇവരെയാണ് ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാർ ഇത്തരത്തിൽ എതിർവാദങ്ങൾ നിരത്തി മുക്കിക്കളയാൻ ശ്രമിച്ചത്, അവരുടെ ജാമ്യാപേക്ഷ തള്ളുന്നതിലേക്കും NIA കോടതിയിലേക്ക് പോകുന്നതിലേക്കും നയിക്കപ്പെട്ടത്. ആ BJPയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് മിഥുൻ വിജയകുമാറിൻ്റെ വാക്കുകൾ എന്താണ്? അല്ല, അതിന് BJPയുടെ ഇരട്ടത്താപ്പായിട്ട് തന്നെ കാണുക. കാരണം BJPക്ക് എങ്ങനെ അതിൽ അങ്ങനെ പറയാൻ പറ്റുക? ഇതൊരു BJPയുടെ കേരള സംസ്ഥാനത്തിലെ അധ്യക്ഷനാണോ ഈ വിഷയത്തിൽ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട ആൾ അദ്ദേഹമാണോ? അപ്പൊ BJP ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പൊസിഷൻ എടുക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മറ്റൊരു കേസ് പറയാം. ഈ കന്യാസ്ത്രീകളായിരുന്നില്ല, മറ്റേതെങ്കിലും 2 സ്ത്രീകളായിരുന്നു ഇങ്ങനെ 3 കുട്ടികളെയും കൊണ്ടുപോകുന്നത്. അവിടെ പോലീസ് ഒരു കേസ് എടുക്കുന്നു, ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ വകുപ്പുകൾ ചാർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ബഹളവും ശരി, വ്യക്തമാണ്. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, അതായത് BJPയുടെ സഹയാത്രികനോ BJPയുമായി ഓൺ ചെയ്യാൻ ഒരു ഘടകമോ തനിക്കില്ല എന്ന് മിഥുൻ പറഞ്ഞു തുടങ്ങിയത് ഇത്തരം വാദങ്ങളെ പ്രതിരോധിക്കാൻ കൂടിയാണ്. പക്ഷേ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലതുപക്ഷ ചിന്താഗതി, BJP അനുകൂലമായ സംഘപരിവാർ ചിന്താഗതിയുടെ മുഴുവൻ ക്രക്സുമാണ് ഇപ്പോൾ മിഥുൻ വിജയകുമാർ പറഞ്ഞത്. കേക്കും കിരീടവുമായി അരമനകളിലും മാതാവിൻ്റെ പള്ളിയിലും എത്തിയവർ അത് എത്തിയപ്പോൾ അവരെ സ്വീകരിച്ചവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മിഥുൻ വിജയകുമാർ പറയുന്നത് സംഘപരിവാർ വാദങ്ങളാണ്. അവർ മനുഷ്യ ട്രാഫിക്കിംഗ് നടത്തി, മനുഷ്യക്കടത്ത് നടത്തി, ഒപ്പം മതപരിവർത്തനം ട്രൈബൽ ഏരിയയിൽ നടത്തി. അതിന് നിയമപരമായ വഴികളുണ്ട്, അതിലേക്കാണ് പോകുന്നതെന്ന് തികച്ചും സാങ്കേതികമായി. ശ്രീ മുണ്ടാടനച്ചൻ. അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യവും ഒരു മതേതര രാജ്യവുമാണ്. ഇവിടെ ഏത് പാർട്ടി ഒരു സംസ്ഥാനം ഭരിക്കുന്നു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഏത് പാർട്ടി ഇവിടെ ഭരിച്ചാലും, ഏത് സംസ്ഥാനത്ത് ഭരിച്ചാലും ഇന്ത്യയിലെ ഭരണഘടനയാണ് അധികാരം. എല്ലാ അധികാരത്തിൻ്റെയും മുകളിലും പാർട്ടിക്കും അതീതമായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഇന്ത്യൻ ഭരണഘടനയിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാവരും. ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിരിക്കണം. നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടത് ആ ഭരണഘടന നഗ്നമായി ലംഘിക്കുന്ന സർക്കാർ അധികാരത്തിലിരിക്കുന്നു. കാരണം ഈ സിസ്റ്റേഴ്സ്, നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ ഏറ്റവും പാവപ്പെട്ടവരും ഏറ്റവും പതിതരുമായിട്ടുള്ള മനുഷ്യരുള്ളവർ, വിദ്യാഭ്യാസപരമായിട്ട് യാതൊരു ഉയർച്ചയുമില്ലാത്തവർ, ആരോഗ്യകരമായിട്ട് യാതൊരു ഉയർച്ചയുമില്ലാത്തവരിടങ്ങളിലാണ് ഈ ക്രൈസ്തവ മിഷണറിമാർ ചെന്നത്. ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള ട്രൈബൽ ഏരിയയിൽ അവിടുത്തെ നിജസ്ഥിതി, വർഷങ്ങളായിട്ടുള്ള നിജസ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും എന്തുമാത്രം ക്രൈസ്തവർ അവിടെ അവരുടെ രക്തവും അവരുടെ വിയർപ്പും ഒഴുക്കിയിട്ടുണ്ട്. എന്തിനാ? മതം മാറ്റാനല്ല, മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മനുഷ്യരാക്കുന്ന ഒരു പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സന്യാസിനികളെയാണ് അന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്തത്. ഏറ്റവും വലിയ ദുഃഖം, അറസ്റ്റ് ചെയ്ത കാര്യത്തിൻ്റെ കാര്യകാരണങ്ങളൊന്നും അറിയാതെ തന്നെ മുഖ്യമന്ത്രി ബജ്രംഗ് ദൾ പോലെയുള്ള ഇത്തരം വർഗീയവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി എന്നുള്ളതാണ്.
ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും അവരെന്താ ഇത്തരം വർഗീയ സംഘടന ആൾക്കൂട്ട ഇന്ത്യയിലെ ജനാധിപത്യം ആൾക്കൂട്ട ജനാധിപത്യമല്ല. ഇവിടെ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ അങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരെയാണ് ആ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കണ്ടത്. ആ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ പോലും എന്ത് ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് അവർ പെരുമാറുന്നത്. അങ്ങനെ ഇവിടുത്തെ പോലീസുകാർ പോലും അങ്ങനെ പ്രവർത്തിക്കില്ല. അപ്പോൾ ആർക്കാണ്, എന്തുകൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഭരിക്കുന്നവരുടെ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെയാണ്. ഈ വർഷം തന്നെ ഇന്ത്യയിൽ ഈ BJP സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഈ രാജ്യത്ത് 348ഓളം ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടന്നു. അതിൽ 78 എണ്ണവും ഈ ഛത്തീസ്ഗഡിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതലും ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എല്ലാവർക്കും വളരെ കൃത്യമായിട്ടറിയാം. ഇന്ത്യയിലെ മിഷണറിമാർ ഡൽഹിയിലും ബോംബെയിലും എല്ലായിടത്തും ക്രൈസ്തവ സ്കൂളുകളും അതുപോലെ തന്നെ ആതുര സേവന കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ. പാവപ്പെട്ടവരെ ഉയർത്താൻ പാടില്ല. ഇപ്പോഴും ഇവിടുത്തെ സംഘ് പരിവാർ കക്ഷികളുടെ മനുസ്മൃതിയാണ് അവരുടെ ലക്ഷ്യം. അവിടുത്തെ മനുസ്മൃതിയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന, നമുക്കറിയാം, തൊട്ടു തീണ്ടായ്മ. അതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവർ, ഇവിടുത്തെ ദളിതർ, ഇവിടുത്തെ താഴേക്കിടയിലുള്ളവർ ഒരിക്കലും മുന്നോട്ട് വരരുത്. അല്ലാണ്ട് ഇവർ നമുക്കറിയാം സിസ്റ്റേഴ്സ് മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മാത്രവുമല്ല, കൃത്യമായിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ആ കുട്ടികൾ പറഞ്ഞു, അവർ CSI പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യം എന്താ സിസ്റ്റേഴ്സിന്? അവർ ഓൾറെഡി ക്രൈസ്തവരാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. അവർ ക്രൈസ്തവരാണെങ്കിലും ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് ആനുകൂല്യം, ട്രൈബലിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ ചിലപ്പോൾ ആധാർ കാർഡിലൊന്നും അത് ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതൊക്കെ ആകാം. പക്ഷേ ഒരിക്കലും സിസ്റ്റേഴ്സ് ഒരു മനുഷ്യക്കടത്ത് നടത്താനോ അല്ലെങ്കിൽ അവരെ മതം മാറ്റാനോ, അങ്ങനെയാണെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന് അങ്ങനെ കണക്കെടുക്കാലോ. ഈ മിഷണറിമാർ എന്തുകൊണ്ട് അത്തരം ഒരു കണക്ക് എന്തെങ്കിലും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ടോ? എന്തുമാത്രം മിഷണറിമാർ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ടെന്ന് അവർ പറയട്ടെ. എത്ര പേര് മതം മാറ്റിയിട്ടുണ്ട്? അങ്ങനെ അപ്പോൾ ഇതൊരു വാസ്തവത്തിൽ ഈ ഇന്ത്യൻ ദേശീയത, ആ ഹൈന്ദവ ദേശീയതയാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. അല്ലാണ്ട് നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ സെക്യുലറിസത്തിൻ്റെ അർത്ഥം പോലും എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാ. ബാബറി മസ്ജിദ് പൊളിച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2020 നമുക്കറിയാം രാം ജന്മഭൂമിയിൽ ചെന്നിട്ട് പറഞ്ഞതും ബാബറി മസ്ജിദ് പൊളിച്ചത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരെ തുരത്തിയതിനോട് സാമ്യപ്പെടുത്തിയാണ് പറഞ്ഞത്. എന്താന്ന് നോക്കുക. എവിടെയാണ് ഇവിടെ മതേതരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മതസൗഹാർദ്ദത എന്നുള്ളതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു ദേശീയത, ഏത് ദേശീയതയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? ഒരു കമ്മ്യൂണിലിസമാണോ നമ്മുടെ ലക്ഷ്യം? അങ്ങനെ പോയാൽ ഈ ഇന്ത്യ ഇന്ന് കാണുന്ന ഈ പുരോഗതിയും ഈ വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ജാതികളും ഒരുമിച്ച് ഒരേ ഇന്ത്യ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഞാൻ തിരിച്ചെത്താം. ശ്രീ ഡോക്ടർ TS ശ്യാംകുമാർ, 2024 കണക്കുകൾ പ്രകാരം ക്രൈസ്തവർക്കെതിരെ മാത്രം ഇന്ത്യയിൽ നടന്നത് 834 കേസുകളാണ്. ഇപ്പോൾ ഫാദർ പറഞ്ഞു 2023 അത് 100 ഇതിന് സമാനമായ കണക്കുകളാണ് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ. അപ്പോൾ BJP ഭരിക്കുന്ന ഈ കാലയളവിൽ മുൻകാലത്തേക്കാൾ കൂടുതൽ ക്രൈസ്തവ ആക്രമണങ്ങൾ വ്യാപകമാകുന്നു. ഈ പറഞ്ഞതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് ഇന്ന് ജോൺ ബ്രിട്ടാസ് സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പേരെടുത്ത് പറഞ്ഞു. അതായത് നദ്ദാജി, ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ അടക്കം ഒരു പിടി BJPയുടെ മന്ത്രിമാരൊക്കെ പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലാണ്, ക്രൈസ്തവ മിഷണറി നടത്തുന്ന സ്കൂളുകളാണ്. നിങ്ങളെ എത്ര പേരെയാണ് മതം മാറ്റിയതെന്ന ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഈ സവർണാധിപത്യ രാഷ്ട്രീയം ഈ മിഷണറി പ്രവർത്തനങ്ങളെ ഇങ്ങനെ ഭയപ്പെടുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഛത്തീസ്ഗഡിലെ വിഷയം വളരെ സവിശേഷമായി പരിശോധിക്കേണ്ട ഒന്നാണ്.
ഛത്തീസ്ഗഡില് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. അത് ഹരിദ്വാറിലെ ഈ ഹിന്ദുത്വവാദികളുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിന് ശേഷം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഹിന്ദുത്വയുടെ നേതൃത്വത്തിൽ വലിയ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ മുഴുവൻ ആളുകളോടും ആഹ്വാനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്നത്. ഛത്തീസ്ഗഡിലെ മുൻ മന്ത്രിയായ ബ്രിജ്മോഹൻ അഗർവാൾ ആരോപിച്ചത് ആദിവാസിയായ സമുദായ അംഗങ്ങളെ ബലം പ്രയോഗിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം ചെയ്യിക്കുന്നു എന്നാണ് അവിടുത്തെ മുൻ മന്ത്രി കൂടിയായ ബ്രിജ്മോഹൻ അഗർവാൾ ആരോപിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ആദിവാസികളും ഹിന്ദുക്കളാണെന്നാണ് അഗർവാൾ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വവാദികൾ ആരോപിച്ചത്. കാര്യത്തിന്റെ രത്നസാരം വളരെ വ്യക്തമാണ്. ആദിവാസികളെ ഹിന്ദുക്കളായി നിലനിർത്തി ബ്രാഹ്മണ മതത്തിന്റെ അടിമകളായി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഹിന്ദുത്വം എക്കാലവും ലക്ഷ്യമിടുക എന്നുള്ളതാണ്. അപ്പൊ ആദിവാസികൾ ഇപ്പൊ മതപരിവർത്തനം എന്ന് പറയുന്ന ആശയമുണ്ട്. കേരളത്തിൽ നാരായണ ഗുരുസ്വാമികൾ മതപരിവർത്തനത്തെ സംബന്ധിച്ച ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ഒരാൾക്ക് മതപരിവർത്തനം നടത്തുവാൻ തോന്നിയാൽ അത് മാറണം, ഇഷ്ടമുള്ള മതത്തിലെ മാറാനും വിശ്വസിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആലുവ സർവമത സമ്മേളനത്തിന്റെ കാതൽ തന്നെ നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സത്യവർത്ത സ്വാമികൾ പറയുന്നുണ്ട്. രാമന്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, കൃഷ്ണന്റെ മതം രാമനെ അടിച്ചേൽപ്പിക്കാനും പാടില്ല. രാമകൃഷ്ണന്മാർക്ക് ഏതേത് മതത്തിൽ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ, അല്ലെങ്കിൽ വിശ്വസിക്കണമോ അല്ലെങ്കിൽ വിശ്വസിക്കണ്ടയോ, അതിനുള്ള പശ്ചാത്തലം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് സത്യവർത്ത സ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, ഈ ആദിവാസികൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ആദിവാസികൾ ക്രിസ്ത്യാനികളായി തുടരുന്നതിനാണ് ഹിന്ദുത്വവാദികൾ ഭയപ്പെടുന്നത്. ഇവർക്ക് ആദിവാസികളോട് ഇത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായ ആദിവാസികളെ ക്രൂരമായി ഹിന്ദുത്വവാദികൾ ആക്രമിച്ചത്? ക്രൂരമായിട്ട് ആക്രമിച്ചതിനെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 2020 തന്നെ ഛത്തീസ്ഗഡിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലായി വ്യത്യസ്ത സംഭവങ്ങളായി ക്രിസ്തുമത വിശ്വാസികളായ ആദിവാസികളെ ധാരാളമായി ആക്രമിക്കുകയുണ്ടായി. മറ്റൊരു സംഭവം സുക്മ ജില്ലയില് 40ഓളം ആദിവാസികളെ ക്രിസ്ത്യൻ പള്ളിക്ക് മുമ്പ് വെച്ച് ആക്രമിച്ചത് മറ്റാരുമല്ല, ഹിന്ദുത്വവാദികളാണ് ആക്രമിച്ചത്. ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 2018 മുതൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തന ശ്രമങ്ങളിൽ ജാഗരൂകരായിരിക്കണമെന്നാണ് മോഹൻ ഭാഗവത് 2021 ആഹ്വാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഈ ആഹ്വാനത്തിന് ശേഷം ക്രിസ്തുമത വിശ്വാസികളായ ആദിവാസികൾക്ക് നേരെയുള്ള ആക്രമണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രശ്നം എന്താണ്? ഈ പ്രശ്നം ഈ സിസ്റ്റർമാർക്കെതിരെ മാത്രമുള്ളതല്ല. ഇന്ത്യയിലെ ക്രിസ്തുമത വിശ്വാസികളായ ദളിതരെയും ആദിവാസികളെയും ക്രൂരമായി പീഡിപ്പിച്ച് ബ്രാഹ്മണ മതത്തിന്റെ അടിമകളാക്കി നിലനിർത്തുക എന്നുള്ള സംഘപരിവാരത്തിന്റെ അജണ്ടയാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരായ ആക്രമണത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. തന്നെയല്ല, BJP MLA ആയ രാമേശ്വർ ശർമ്മ ആഹ്വാനം ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിന്റെ പ്രസ്താവന നമുക്ക് വായിക്കണം. അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ കഴുത്തറക്കാനും മതപരിവർത്തനം തടയുവാനും ക്രിസ്ത്യൻ പുരോഹിതന്മാരില്ലാത്ത ഭാരതത്തിനായി പ്രയത്നിക്കാനുമാണ് BJP MLA ആയ രാമേശ്വർ ശർമ്മ ആഹ്വാനം ചെയ്തത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡില് പരമാത്മാനന്ദ മഹാരാജ് എന്ന് പറഞ്ഞ ഹിന്ദുത്വ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഛത്തീസ്ഗഡിൽ നടന്ന സമ്മേളനത്തിൽ മതപരിവർത്തനം നടത്തുവാനും മതപരിവർത്തനം തടയുവാനും ക്രിസ്ത്യാനികളെ പാഠം പഠിപ്പിക്കാനും തലയിറക്കുവാനുമാണ് ആഹ്വാനം ചെയ്തത്. ശ്രദ്ധിക്കുക, ഈ BJP MLA ആയ രാമേശ്വർ ശർമ്മയുടെയും മറ്റൊരു ഹിന്ദുത്വ നേതാവായ പരമാത്മാനന്ദ മഹാരാജും ഒക്കെ ആഹ്വാനം ചെയ്യുന്നതാണ് ക്രിസ്ത്യാനികളെ പാഠം പഠിപ്പിക്കണം, ക്രിസ്ത്യാനികളുടെ തലയിറക്കണമെന്നാണ് ഛത്തീസ്ഗഡിൽ ആഹ്വാനം ചെയ്തത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 2023 ആദ്യ പകുതിയിൽ തന്നെ ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിലായി 400ഓളം അതിക്രമങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ടായത്. ഛത്തീസ്ഗഡാണ് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായി ഏറ്റവും അധികം ആക്രമണം ഉണ്ടാകുന്ന രാജ്യത്തെ 2ാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. 2ാം സ്ഥാനത്താണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ ബസ്തർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് 31ഓളം അതിക്രമ സംഭവങ്ങൾ ഉണ്ടായി. ക്രിസ്ത്യൻ മതവിശ്വാസികളായ ആദിവാസികളോട് ഗ്രാമം വിട്ടുപോകാൻ ആഹ്വാനം ചെയ്തത് ഛത്തീസ്ഗഡിലാണ്. ഇവിടെ ആദിവാസികൾക്ക് ജീവിക്കണമെങ്കിൽ ഹിന്ദുവായി മാത്രമേ ജീവിക്കാൻ കഴിയൂന്നാണ് ഹിന്ദുത്വവാദികൾ ആഹ്വാനം ചെയ്തത്. ഇത്രയധികം വിശദീകരിക്കാൻ കാരണം എന്താണ്? ഒരു സംഭവം കൂടെ നോക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ അപകടവും ഇതിന്റെ ഈ ക്രിസ്ത്യാനികൾക്കെതിരായ ആദിവാസികൾക്കെതിരെ ആക്രമണത്തിന്റെ ആഴം നമുക്ക് പിടികിട്ടത്തുള്ളൂ.
സുക്മ ജില്ലയില് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, ഛത്തീസ്ഗഡിലെ തന്നെ സുക്മ ജില്ലയില് 40ഓളം ആദിവാസികളെയാണ് ക്രിസ്ത്യൻ പള്ളിക്ക് മുമ്പിൽ വെച്ച് ആക്രമിച്ചത്. അതിൽ 4 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. കൂട്ടപ്രാർത്ഥനയ്ക്ക് എത്തിയവരെയാണ് ഇവിടെ ആക്രമിച്ചത്. ഇവിടെ ആദിവാസികളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വന്നോ ബന്ദിയാക്കി കൊണ്ടുവന്നോ അല്ലല്ലോ അവർ പ്രാർത്ഥനയ്ക്ക് എത്തിയത്. ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയ ആദിവാസികളെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്തുടർന്ന് ആക്രമിക്കുകയും ബൈബിൾ കത്തിക്കുകയും വീടുകൾ നശിപ്പിക്കുകയും ചെയ്തു. അവര് രക്ഷപ്പെടാൻ വേണ്ടി CRPF ക്യാമ്പിലേക്കാണ് അഭയത്തിനായി ഓടിച്ചെന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ വിചാരധാര MS ഗോൾവാക്കർ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന വിചാരധാര നടപ്പിലാക്കാൻ ഇന്നത്തെ യഥാർത്ഥ ഹിന്ദുത്വവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദിവാസികൾ എക്കാലവും ബ്രാഹ്മണ മതത്തിന്റെ അടിമകളായി നിൽക്കണം. അവർ യഥാർത്ഥത്തിൽ മതപരിവർത്തനം എന്നുള്ള സംഗതി എന്താണ്? ഹിന്ദുമതം അത്ര വലിയ സഹിഷ്ണുതയുടെ മതമായിരുന്നെങ്കിൽ, ബ്രാഹ്മണ മതത്തിന് വലിയ സഹിഷ്ണുത ഉണ്ടായിരുന്നെങ്കിൽ ആരും മതപരിവർത്തനത്തിന് തയ്യാറാകുമായിരുന്നില്ലല്ലോ. നാരായണ ഗുരുസ്വാമികൾ ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ലൗകികമായ സ്വാതന്ത്ര്യത്തിനാണ് ആളുകൾ അധികവും ഇച്ഛിക്കുന്നത് എന്ന് നാരായണ ഗുരുസ്വാമികൾ ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണത്തിൽ 1925 തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലൗകികമായ സ്വാതന്ത്ര്യമാണ് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത്. വസുദൈവ കുടുംബകം എന്നാണല്ലോ ഇവർ പറയുന്നത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു ആണല്ലോ ഇവർ പറയുന്നത്. ഇവരുടെ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആശയം ഒരു അടിസ്ഥാനമില്ലാത്തതാണെന്നും മറ്റുള്ളവരുടെ കരുണയില്ലാത്ത ആശയമാണെന്നും ഈ സിസ്റ്റർമാർക്കെതിരായ ആക്രമണത്തിലൂടെ തെളിഞ്ഞു വരുന്നു. തന്നെ ഇന്നലെ ചെന്ന ഇടതുപക്ഷ നേതാക്കന്മാർ ഇന്നലെ ജയിലിലെത്തിയവരെ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശനത്തിൽ വളരെ കൃത്യമായിട്ട് ഈ സിസ്റ്റർമാർ വൃന്ദാക്കാരാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരോട് പങ്കുവച്ച കാര്യം എന്താണ്? ആ ആദിവാസി യുവാവിനെ ഉൾപ്പെടെ ഇവർ മർദ്ദിച്ചു എന്നാണ്. ഈ സിസ്റ്റർമാരോടൊപ്പം ഉണ്ടായിരുന്ന ആദിവാസി യുവാവിനെ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. അതെ. അപ്പൊ ഇവർക്ക് ആദിവാസികളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെയും പിടിച്ച് ജയിലിലാക്കിയത്? ആ ആദിവാസി യുവാവിനെയും ജയിലിലാക്കി, അതുപോലെ തന്നെ ആദിവാസി യുവാവിനെ ആക്രമിക്കുകയും ചെയ്തു. ഞാനിവിടെ വിശദീകരിച്ച സംഭവങ്ങളിലെല്ലാം ക്രിസ്ത്യാനികളായ ആദിവാസികൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടു. അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തില് ക്രിസ്തുമത വിശ്വാസികളായ ആദിവാസികൾ ഗ്രാമം ഉപേക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവർ ആ ഗ്രാമം ഉപേക്ഷിച്ച് പോയില്ലെങ്കിൽ ഒന്നുകിൽ ഗ്രാമം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളായിട്ട് തുടരുക. ഇത് ഏത് സ്ഥലത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ആർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു മതമാണ്. സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഇങ്ങനെയുള്ള സെക്യുലർ ഞാൻ തിരിച്ചെത്താം. ശ്രീ എ സമ്പത്ത്, നോക്കൂ, ഇവിടെ ഈ IPC 370 വകുപ്പ്, അതായത് ഇപ്പോഴത്തെ ഈ BNS സെക്ഷൻ 143, 2ാം UPA സർക്കാരിൻ്റെ കാലത്താണ് ഇത് NIA പ്രകാരം ഈ കേസ് വിചാരണ ചെയ്യണം എന്ന വകുപ്പ് എഴുതി ചേർത്തത്. 2ാം UPA സർക്കാരിൻ്റെ കാലത്താണ്, കോൺഗ്രസിൻ്റെ കാലത്താണ്. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ വിഭാഗത്തിനെതിരായി നടത്തിയ ക്രൂരമായ ആക്രമണം, അതിനുശേഷം തെളിവിൽ കേക്ക് കൊടുത്തവരുണ്ട്, മാതാവിന് കിരീടം വെച്ചവരുണ്ട്. ഇവരൊക്കെ അരമനകൾ കയറി ഇറങ്ങി ഇവരുടെ പല വിധത്തിലുമുള്ള ചുവട്ടിലെ മണ്ണിന് ഭീഷണി ഉണ്ടാകുമെന്ന് കാണുമ്പോൾ ആ അർത്ഥത്തിൽ ഇവർ പല വിധത്തിലുമുള്ള വിഴുപ്പലക്കലുകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് സമാനമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, സോഷ്യൽ മീഡിയയിലടക്കം ഈ മനസ്സുകൾ, ഇപ്പോൾ മിഥുൻ വിജയകുമാർ അടക്കം പറഞ്ഞ കാര്യങ്ങൾ, ആ മനസ്സുകൾ പുറത്തെത്തിക്കുന്ന ചില വിഷാംശം നിറഞ്ഞ വാക്കുകളുണ്ട്. ഇവരെ മതപരിവർത്തനമാക്കി, അതേതോ കുറ്റകരമായ രീതിയാക്കി, ഇങ്ങനെയുള്ള സേവന പ്രവർത്തനം നടത്തുന്ന ഇവരെ, ഈ മിഷണറിയെ മുഴുവൻ ആ അർത്ഥത്തിലേക്കാക്കി മാറ്റുന്ന ഒരു ധാര കൂടി സോഷ്യൽ മീഡിയയിലൂടെ പുരോഗമിക്കുന്നുണ്ട്. അതിനുകൂടി ശ്രീ എ സമ്പത്ത്. അജിംഷാദെ, ഞാൻ ഇതിൻ്റെ ഈ ഏതെങ്കിലും ഒരു തർക്കത്തിനും വിദണ്ഡവാദത്തിനുമൊന്നും ഞാൻ BJPക്കാരോടോ അല്ല അവരെക്കാൾ കടുത്തതായ BJP സഹയാത്രികനോടോ ഒന്നും ഞാൻ അതിനൊന്നും ഈ വേള വിനിയോഗിക്കുന്നില്ല. സമയം കുറച്ചല്ലേ ഉള്ളൂ. അജിംഷാദ് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി എന്നുള്ളത് ഇന്ന് പുറത്തിറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലുണ്ട്. ഇന്ന് പുറത്തിറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ കർണാടക ഹൈക്കോടതിയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി എടുത്ത നിലപാടാണ് അപ്ലൈ സ്ട്രിക്റ്റ് പെനാൽറ്റീസ് ഓൺ ട്രോൾസ് അബ്യൂസിങ് രാമ്യ എന്നുള്ളതാണ് ആ എഡിറ്റോറിയലിൽ പറയുന്നത്. അവിടെ ഈ ഓൺലൈൻ മോബ് അറ്റാക്സിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ അശരീരിയായിരുന്നു കൊണ്ട് കള്ളപ്പേരിൽ വ്യാജപ്പേരിൽ അത്തരത്തിലുള്ള അനോണിമിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ്
അങ്ങനെ അനോണിമസ് ആയിട്ടാണ് എന്നുള്ളത്. ഇതെല്ലാം തന്നെ ഈ കൃത്യമായി ഇതെല്ലാം അന്വേഷണം നടത്തി അത് പിടികൂടി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ആ ശിക്ഷ നൽകണം മാതൃകാപരമായി എന്ന കർശനമായ താക്കീത് സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ അത് സൗകര്യം പോലെ നമ്മുടെ പ്രേക്ഷകരും ചങ്ങാതിമാരുമെല്ലാം ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഒന്ന് വായിക്കട്ടെ. 2, ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മുടെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി BJP എന്നതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല. ജിംഷാദും നമ്മുടെ പ്രേക്ഷകർ എല്ലാവർക്കും അവർക്ക് ചിലപ്പോൾ അവർക്കറിയില്ലായിരിക്കാം. അവർ കാണുന്നത് ഇതിങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെ CPIM, കോൺഗ്രസ്, കേരള കോൺഗ്രസ്, CPI, ഇങ്ങനെ പല പാർട്ടികളുണ്ടല്ലോ. അതുപോലൊരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയെല്ലാം അംഗീകരിച്ചുകൊണ്ട്, ഇതാണല്ലോ ഈ രാഷ്ട്രത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഗ്രന്ഥം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഇത് തന്നെയാണ് ഭഗവത്ഗീത, ഇത് തന്നെയാണ് പരിശുദ്ധ ബൈബിൾ, ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ, ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ എല്ലാം ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് നമ്മുടെ ജീവശ്വാസം, അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് നൽകുന്നത് ഇത് തന്നെയാണ്. ഈ ഭരണഘടന അട്ടിമറിക്കണം എന്നുള്ളത് BJPയേക്കാൾ അത് ഈ ഭരണഘടന ഇത് അട്ടിമറിക്കണമെന്നത് RSSൻ്റെ ആഗ്രഹമാണ്. RSS എന്നൊരു രാഷ്ട്രീയ സംഘടന ആരംഭിക്കുന്നതിൻ്റെ തുടക്കം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനത് ശ്യാംകുമാർ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷനായ ഡോക്ടർ BR അംബേദ്കറുടേതായ, നമ്മൾ ജാതിയൊന്നും പറയാൻ പാടില്ല, ചിന്തിക്കരുത്, പറയരുത്, അങ്ങനെ ഒക്കെ ശരി, പക്ഷേ മെഹറുകൾ എന്നൊരു ജാതിയുണ്ട്, ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ടതാണ്. പൊതുക്കിണറിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നതിനെതിരായി അവരെ തല്ലുന്നതിനും അവരെ ആട്ടി ഓടിക്കുന്നതിനും അവരുടെ ഭവനങ്ങൾ കവർച്ച ചെയ്യുന്നതിനും അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതിനും അവരുടെ കുട്ടികളെ കൊലപ്പെടുത്തുന്നതിനുമായി അങ്ങനെ ആയുധാഭ്യാസത്തിൽ തുടങ്ങിയതായിട്ടുള്ളൊരു സംഘടനയാണ് ഈ വിധത്തിലേക്ക് വന്നത് എന്നുള്ളത്. പിന്നെ ആ ദളിതരായിട്ടുള്ള ആളുകൾ ഏത് വെള്ളം കുടിക്കണം? സവർണരായിട്ടുള്ള ഈ ആളുകൾ അത്തരത്തിൽ, ഞാൻ മറ്റേതെങ്കിലും പറയുമ്പോൾ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ആർക്കും തോന്നേണ്ടതില്ല. മഹാരാഷ്ട്രയുടെ ആ ഭാഗത്ത് അത്തരത്തിലുള്ള ആളുകൾ കുടിച്ച്, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ കുപ്പിളിച്ച്, ശൗചം ചെയ്ത് ഒഴുക്കിക്കളയുന്ന വെള്ളം ഈ പാവപ്പെട്ട ആളുകൾ എടുത്ത് അവരുടേതായിട്ടുള്ള ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിച്ചു കൊള്ളണം. അവിടെയാണ് ഈ തുടക്കം. 2, ഇന്ത്യയുടെ ഭരണഘടനയെ RSS അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പാർലമെൻ്ററി ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പ്രായപൂർത്തി വോട്ടവകാശത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. സ്ഥിതി സമത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രസങ്കല്പമേ അല്ല. ഞാൻ അതിൻ്റെ മറ്റു തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ കേക്കിൻ്റെ രൂപത്തിലോ അതല്ല, ഇനി ഇത് മറ്റേതെങ്കിലും ഗിഫ്റ്റുകളുടെ സ്വർണ്ണ കിരീടമോ അല്ല, ഇനി സ്വർണ്ണം മുക്കി മറ്റേതെങ്കിലും ഒക്കെ വന്നാലും ട്രോജൻ കുതിരകൾ അങ്ങനെ പലതിൻ്റെയും രൂപത്തിൽ വരാം, ഒരു സംശയവും വേണ്ട. അത് കുടിലുകൾ മുതൽ അരമനകൾ വരെ അത് ഇങ്ങനെയുള്ള രൂപങ്ങളിൽ എത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തുമതത്തിൻ്റെ അതിൻ്റെ സ്ഥാപകരായിട്ടുള്ള പിതാക്കന്മാർ പല ആളുകളും ഈ നാട്ടിലേക്ക് വന്നത്. അന്ന് ഈ ഇന്ത്യയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, കേരളവും ആയിട്ടൊന്നുമില്ല. നമ്മുടെ ഈ മലയാളക്കരയിലേക്കൊക്കെ വന്നത് മറന്നു പോകരുത്. ആ വന്ന ആളുകൾ ഇവിടെ പള്ളിക്കൂടം എന്നത് തുടങ്ങി അവിടെ ഈ ജാതിയിൽ താണവർക്കും പെൺപിള്ളേർക്കുമെല്ലാം അവർക്ക് അക്ഷരവും അക്കങ്ങളും എഴുതി പഠിപ്പിച്ചു തുടങ്ങി. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തന്നെ ഒരു പാതിരിയുടെ സംഭാവന ആയിരുന്നല്ലോ ജിംഷാദെ. ഇവിടെ ഈ ക്രിസ്തീയ സഹോദരിമാർക്കെതിരായി, കന്യാസ്ത്രീമാർക്കെതിരായി ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ള കേസുകൾ NIAയുടെ വകുപ്പുകൾ NIA കോടതിയിലേക്ക് പോകേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിയമാനുസരണമുള്ള കാര്യങ്ങൾ നടക്കട്ടെ ആ കാര്യത്തിൽ. പക്ഷേ ഒരു കാര്യം ഇവിടെ ഫാദർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഫാദർ പറഞ്ഞൊരു കാര്യം, ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചാണെങ്കിലും അദ്ദേഹം ആ കാര്യത്തിൽ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, കേസ്, FIR, കേസ്, ചാർജ് ഷീറ്റ്, കോടതി, ചിലപ്പോൾ അത് ജുഡീഷ്യൽ കസ്റ്റഡി, റിമാൻഡിൽ ജാമ്യം നിഷേധിക്കുന്നത്, ഇത്തരം പല കാര്യങ്ങളെല്ലാം നിയമത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അത് സത്യസന്ധമായും സുതാര്യമായും നിയമാനുസരണവും ആസ് പെർ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കോടതിയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിചാരണ പോലും ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹം തന്നെ ജസ്റ്റ് ലൈക്ക് ഐ ആം ദ ജഡ്ജ്, ദ ജൂറി ആൻഡ് ദ എക്സിക്യൂഷണർ എന്നുള്ള നിലയിലേക്ക് പറയുകയാണ്. ഇനി സമൂഹ മാധ്യമങ്ങൾ എന്നുള്ള നിലയിലേക്ക് നമ്മൾ വിശ്വസിക്കുന്ന പലതും സാമൂഹ്യ വിരുദ്ധ മാധ്യമങ്ങളായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്നുള്ളത് ഇന്ന്
ചില ഇടങ്ങളിൽ നിന്ന് അത്തരത്തിൽ ഈ വ്യാജ പേരുകളിലും വ്യാജ അക്കൗണ്ടുകളിലും അശരീരിമാരായിരുന്ന റായ്പൂരിലെ ബിഷപ്പിൻ്റേതായിട്ടുള്ളൊരു കാര്യം അത് വളച്ചൊടിച്ച് ഇപ്പോൾ പലയിടങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞത് മലയാള മനോരമയിൽ അച്ചടിച്ചു വന്നത് അതാവുമ്പോൾ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് അതാവുമ്പോൾ ദഹിക്കാൻ എളുപ്പമാണ്. സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം, LK അദ്വാനി കറാച്ചിയിലെ സെൻറ്റ് പാട്രിക് ഹൈസ്കൂളിലാണ് പഠിച്ചത്, അരുൺ ജെയ്റ്റ്ലി സെൻറ്റ് സേവിയേഴ്സിൽ, മനേക ഗാന്ധി ലോറൻസ് സ്കൂളിൽ, മനോഹർ പരീക്കർ ലയോള സ്കൂളിൽ, ഹർഷവർദ്ധൻ വിക്ടോറിയ സ്കൂളിൽ, ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പഠിച്ചിട്ട് ഇവരൊക്കെ ക്രിസ്ത്യാനികളായോ? അപ്പോൾ പിന്നെ ഇവർ, അതായത് സംഘപരിവാർ നടത്തുന്ന ഈ പ്രചരണത്തിന് എന്താണ് അടിസ്ഥാനം? ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക്, ദളിതർക്ക്, പിന്നോക്കക്കാർക്ക്, സ്ത്രീകൾക്ക്, അങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് വിജ്ഞാനത്തിൻ്റെ തിരി കൊളുത്തി കൊടുത്തത് അതാണ് ഇവർ ചെയ്യുന്ന പാപമെങ്കിൽ അവർ പറയുകയാണ്, ആ പാപത്തിൻ്റെ ഫലം ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിനെ പോലെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്നത്. അപ്പോഴും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, ആരൊക്കെ അവരുടെ നിലപാടുകൾ മാറ്റിയിരുന്നാലും അവർക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് അത്തരത്തിൽ അവർക്ക് നിലപാടുകൾ അവർക്ക് സ്വീകരിക്കാം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ RSSനെ സംബന്ധിച്ച്, ഈ നാട്ടിലെ സംഘപരിവാറിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. ഈ നാട്ടിലെ ആഭ്യന്തര ശത്രുക്കൾ 3 എന്നതാണ് അവരുടേതായ പരിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. വിചാരധാരയിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, കാരണം കമ്മ്യൂണിസ്റ്റുകളാണ് ഇവരെ 2 കൂട്ടരെയും സംരക്ഷിക്കുന്നത് എന്നും അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏതാനും വർഷങ്ങളായിട്ടേ ഉള്ളൂ, ഇപ്പോൾ സന്യാസിമാരുടേതായ പാർലമെൻറ്റ് കടന്നു. അവിടെ പ്രഖ്യാപിച്ചു 5 എമ്മുകളാണ് ഈ ഭാരതത്തിൻ്റെ ശത്രുക്കൾ. മെക്കാളയിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നവർ, പിന്നെ മെറ്റീരിയലിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഭൗതികവാദികൾ, പിന്നെ മിഷണറിമാർ എന്ന് വെച്ചാൽ ക്രൈസ്തവ പുരോഹിതന്മാരും അതുപോലെ തന്നെ സന്യാസ്ത്രീകളും ഒക്കെ ആയിട്ടുള്ളവർ, പിന്നെ ഈ മുസ്ലിങ്ങൾ, പിന്നെ മാർക്സിസ്റ്റുകൾ. ഈ 5 കൂട്ടരെയാണ് നിങ്ങൾ നേരിടേണ്ടത് എന്നുള്ള നിലയിലേക്ക്. ഇവിടെ ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം, ഈ UP മുഖ്യമന്ത്രി, അതുകൂടി പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ഇപ്പോൾ UP മുഖ്യമന്ത്രി ഈ ശനിയാഴ്ച മഹാരാഷ്ട്രയിലെ പാൽഘാറിൽ ഒരു വലിയ റാലി, BJPയുടെ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ, ഞാനത് എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ അതുപോലെ തന്നെ അത് കാണിക്കുന്നില്ല എന്നുള്ളത് പോലെയുള്ളൂ. കോട്ട്: ഇപ്പോൾ UP റോഡുകളിൽ നമസ്കരിക്കാൻ മുസ്ലിങ്ങൾ ആരും ധൈര്യപ്പെടുന്നില്ല. കയ്യടി. പള്ളികളിൽ നിന്ന് നമ്മൾ അവരുടെ മൈക്ക് നീക്കം ചെയ്തു. കയ്യടി. അടുത്ത 5 വർഷത്തിനുള്ളിൽ ആളുകൾ ബാങ്ക് വിളികൾ ആസാൻ മറക്കും. കയ്യടി. പള്ളികളിൽ നിന്ന് നിസ്കാരം ഒഴിവാക്കും. കയ്യടി. ഇന്ത്യ രാജ്യം ഹിന്ദുക്കളുടേതാക്കും. ഒരു ഹിന്ദു രാഷ്ട്രം അമിതത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ 5 കൂട്ടരെയും ഏത് വിധത്തിലും, വംശഹത്യയെങ്കിൽ വംശഹത്യ, ബുൾഡോസറെങ്കിൽ ബുൾഡോസർ, അവരെയെല്ലാം ആ വിധത്തിൽ അങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ ചിരിച്ചുകൊണ്ട് വരുന്ന BJP നേതാക്കളുടെ പിന്നിൽ RSS ആണ് എന്നുള്ളതും, RSS എന്നുള്ളത് അണലിപ്പാമ്പിനെ പോലെയാണ് എന്നുള്ളതും, ആ അണലിപ്പാമ്പ് എപ്പോഴാണ് വല്ലാതെ ഇത് കൊത്തുന്നത് എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നുള്ളതും, അണലിപ്പാമ്പ് നിലത്തഴിയുന്ന അണലിപ്പാമ്പ് അത് പച്ചപ്പിലേക്ക്, മരത്തിലേക്ക് കയറിയാൽ അത് കൊമ്പേറിയായി മാറുമെന്നും അതിൻ്റെ വിഷം കൂടുകയല്ലാതെ അത് കുറയുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കണം. RSSനെതിരായി ഇപ്പറയുന്നത് അതിൻ്റെ ഈ സംഘപരിവാർ എന്നുള്ളത്, അതിലൊന്നാണ് ബജരംഗ് ദൾ. ആ ബജരംഗ് ദളാണ് ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്നത് എന്നുകൂടി ഓർക്കണം, നമ്മൾ മറന്നു പോകരുത്. ഇന്ന് അന്തർദേശീയ സൗഹൃദ ദിനമാണ്. ഈ അന്തർദേശീയ സൗഹൃദ ദിനത്തിൽ ഈ ചർച്ച നമ്മൾ നടത്തുമ്പോൾ ഇടതുപക്ഷ MP ചെന്നപ്പോൾ ആദ്യം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്താണ്? അങ്ങനെ ഒരു റിക്വസ്റ്റ് ലഭിച്ചിട്ടില്ല. പറഞ്ഞത് കള്ളം. അത് ഒരു പ്രിവിലേജ് വിഷയമാണ്. MP അയച്ച ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കള്ളം പറഞ്ഞത് അതൊരു പ്രിവിലേജ് വിഷയമാണ്. 2, അങ്ങനെ അത് അയച്ചത് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത് മൊബൈലിൽ നിന്നെടുത്ത് ഓൺലൈനിൽ പോയത് കാണിച്ചു കൊടുത്തപ്പോൾ സമയം താമസിച്ചു പോയി എന്നും സമയം വൈകിപ്പിച്ചത് ആരാണ്? അതും പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതടുത്ത പ്രിവിലേജ് വിഷയമാണ്. ഇവിടെ ഞങ്ങൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞത്. ഒറ്റ സെക്കൻഡ്. ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയൊരു പാർലമെൻറ്റ് അംഗം ഇപ്പോൾ ഏതാണ്ട് ഒരു 10-11 വർഷത്തിനപ്പുറമായി അവിടെ ഒരു ജയിലിൽ സന്ദർശിക്കാൻ അവസരം കിട്ടി. ജയിലിൽ അറിയാമല്ലോ, ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലായിടത്തും ഉള്ളത് ഒരു 6:30 അവരുടെ അത്താഴം കഴിച്ച് എല്ലാവരും അകത്ത് കയറ്റും. ദമാമിലെ ഡീപ്പോർട്ടേഷൻ സെൻ്ററാണ് അജിംഷാദെ. ഇന്ത്യയിൽ നിന്ന് പോയ പാർലമെൻ്റ് അംഗം ഞാൻ തന്നെയായിരുന്നു.
ദമാമിലെ ഡീപ്പോർട്ടേഷൻ സെൻറ്ററിൽ ഞാൻ അവിടെ ചെന്ന് തടവുകാരെ, ഇന്ത്യക്കാരെയും പാകിസ്ഥാനികളെയും ശ്രീലങ്കരെയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു സെല്ലിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുമടക്കം അവർ അനധികൃതമായി അവിടെ താമസിക്കുന്നവരെ ഇത്തരത്തിൽ, അതൊരു ജയിലാണ് ഡീപ്പോർട്ടേഷൻ സെൻറ്റർ, മലയാളികളുടെ അടക്കം ദീനവിലാപം കേൾക്കാമായിരുന്നു. അപ്പോൾ സമയമെന്നത് സൗദി അറേബ്യയിലെ ദമാമിൽ ഏതാണ്ട് 7:30 കഴിഞ്ഞ് 8 ആവുമ്പോഴാണ്. ഞാൻ ആ ജയിൽ കണ്ടവനാണ്. ഞാൻ സൗദി അറേബ്യൻ പൗരനല്ല. ഞാൻ ഇന്ത്യയുടേതായിട്ടുള്ള ഏതെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അങ്ങനെ ഒരു എൻവോയ് ആയി പോയതല്ല. ഇന്ത്യയുടെ ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് അവർ നൽകിയ പരിഗണന കാണാൻ. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ, ഇവിടുത്തെ ഫെഡറൽ ലെജിസ്ലേച്ചറിൽ അംഗങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രിവിലേജുകൾ അടക്കമുള്ള പാർലമെൻ്റ് അംഗങ്ങളെ ചെറുത്തു നിർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭരണഘടനയും പാർലമെൻ്ററി സംവിധാനവും ഒന്നുമല്ല ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്നത്. ബജരംഗ് ദള്ളുകാർ ഒരു കോടതി മുമ്പാകെ മുദ്രാവാക്യം വിളിക്കുന്നു. അവിടുത്തെ സെഷൻസ് ജഡ്ജ് ഇന്ന് ലീവിലായിരുന്നു, അറിയണം അജിംഷാദെ. പകരം അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഇന്ന് ചുമതലയിലായിരുന്നു. അദ്ദേഹത്തിന് അതിനെ മുട്ടുവിറയ്ക്കുന്ന നിലയിലേക്ക് ആയുധങ്ങളുമായി പുറത്തു വന്ന് ചില ആളുകൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതൊരു വല്ലാത്ത ഇന്ത്യയിലെ ജുഡീഷ്യറിയെ കൊഞ്ഞനം കുത്തുന്നത് പോലെയായിപ്പോയി. ജയ് ശ്രീറാമൊക്കെ വിളിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്കുമുണ്ട് രാമൻ, റെവല്യൂഷണറി ആൾട്ടർനേറ്റീവ് ഫോർ ദ മാൻ കൈൻഡ്സ് അഡ്വാൻസ്മെൻറ്റ് എൻ്റെ രാമനാണ്. എനിക്കുമുണ്ട് സീത, സോഷ്യലിസം ഇസ് ദ ആൾട്ടർനേറ്റീവ് എന്നുള്ളത് സീതാറാം യെച്ചൂരി ഞങ്ങളെ പഠിപ്പിച്ചത്. എനിക്കുമുണ്ട് ആ സീത. പക്ഷേ അവിടെ ബജരംഗ് ദള്ളുകാർ അവിടെ ഈ ജയിലിന് മുമ്പിൽ വന്ന് വിളിച്ചതും കോടതി മുമ്പിൽ ചെന്ന് അത്തരത്തിൽ വിളിച്ചതും അതൊക്കെ ഒരുപക്ഷെ മലയാളക്കരയിൽ നമുക്ക് അന്യമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നടക്കുമോ എന്ന് ചില ആളുകൾക്ക് വല്ലാതെ തോന്നലുണ്ടാവും. ഇതല്ല, ഇതിനപ്പുറവും നടക്കും. അതാണ് ആ പറയുന്നതായിട്ടുള്ള ഛത്തീസ്ഗഡ് എന്നുള്ളതും. ബുൾഡോസറുകൾ തേടി വരേണ്ടതില്ല എങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചു കൊള്ളുക മിനിറ്റുകൾക്കുള്ളിൽ എന്നതാണ്. മിഥുൻ വിജയകുമാർ, ഇവിടെ കാണുന്നത്, ഇവിടെ ഉത്തരേന്ത്യയിൽ ആകെ പടർന്നു നിൽക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധത, ഒരു സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണം, അതിൻ്റെ പ്രതിഫലനമാണ് ഛത്തീസ്ഗഡിലും നാം കാണുന്നത്. ഈ 834 ആക്രമണം കഴിഞ്ഞ വർഷത്തിൽ മാത്രം, അത് BJP ഭരിക്കുന്ന ഘട്ടങ്ങളിൽ കൂടിക്കൂടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വശങ്ങൾ ഇവിടെ വരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ഇതിൻ്റെ നെല്ലും കല്ലും തിരിയുന്നതിന് മുമ്പ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഒരു പ്രജുഡിസായ ഒരു വാദം നിരത്തുന്നത്. ഇത് അന്വേഷണ സംഘത്തെ അടക്കം സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യും. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇതടക്കമുള്ള നിരവധി ചട്ടലംഘനങ്ങൾ കാട്ടിയത്. ഇവിടെ ജനപ്രതിനിധികളായി എത്തിയവർക്ക് പോലും ജയിലിൽ സന്ദർശനം അനുവദിക്കാതിരിക്കാൻ സാങ്കേതിക കാരണങ്ങൾ എത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും മിഥുൻ വിജയകുമാർ. അതെ, ഞാൻ ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ബേസിക് മര്യാദയുണ്ട്. അതൊരു പേഴ്സണൽ റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും സംസാരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം ഒരു വലിയ കവലപ്രസംഗം നടത്തിയിട്ട് പോയി. ഏതോ പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വലിയ എന്താ പറയുക ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അദ്ദേഹം. ഞാൻ ചോദിച്ച വളരെ കൃത്യമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടെ തൃശ്ശൂരിൽ സമാനമായ ഒരു സംഗതി നടന്നപ്പോൾ അവിടെ എടുത്ത നിലപാട് എന്തായിരുന്നു? പിണറായി വിജയന്റെ പോലീസ് ഇതേപടി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെയാണോ അറസ്റ്റ് ചെയ്തത്? ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വളഞ്ഞിട്ട് ബജ്രംഗ് ദൾ പ്രവർത്തകരെ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചാണോ മിഥുൻ പിടികൂടിയത്? എന്നിട്ട് അവർക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഇവിടുത്തെ CM ആ അർത്ഥത്തിൽ മുൻകൂറായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത്തരം ഒരു കാര്യം പറയാമോ? താങ്കൾ എവിടെയോ സെർച്ച് ചെയ്ത് ഏതോ തൃശ്ശൂരിലെ ഒരു വെർഡിക്റ്റ് എടുത്തിട്ട് താങ്കൾ ഇങ്ങനെ പറയുന്നു ആദ്യം മുതലേ, അത് ശരിയല്ല. എന്നിട്ട് ഒരു CPM-ന്റെ മുതിർന്ന നേതാവിനെ കവലപ്രസംഗം എന്ന് പറയുന്നു. മിഥുൻ, അത് ശരിയല്ല. താങ്കൾക്കും ആ മര്യാദ ബാധകമാണ്. സോറി അജിംഷാദെ, കാരണം നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു വാചകമുണ്ട്. അത് BJP സഹയാത്രികന് ബാധകമാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കവലപ്രസംഗമായി തന്നെ കേട്ടുകൊള്ളട്ടെ. ഒരു ടുക്കുകയും ചെവിയിൽ ഈയ മുറുക്കി ഒഴിക്കാനും പറയുന്നവരുടെ പിന്മുറക്കാരന് ഇതിനപ്പുറം പറയും. എന്റെ അമ്മുമ്മ അക്ഷരം പഠിച്ചതും അക്കം പഠിച്ചതും പള്ളിക്കൂടത്തിൽ നിന്നാണ്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ പള്ളിക്കൂടത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ല അവിടുത്തെ മെറിറ്റ്, അതല്ല കേസെടുക്കുന്നതോ പ്രശ്നങ്ങളോ അല്ലല്ലോ മിഥുൻ. ഇത് തുടക്കം മുതൽ താങ്കൾ ഒരു ചർച്ചയെ വഴിതെറ്റിക്കാനായി ഏതോ ഒരു വാദം എടുത്ത് ഇങ്ങനെ നിരത്തുകയാണ്. അദ്ദേഹത്തിന് ഒരു മറുപടിയല്ലേ വേണ്ടിയുള്ളൂ.
മിനിറ്റ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച കന്യാസ്ത്രീമാരോടൊപ്പം കേരളത്തിലേക്ക് വന്നത് പ്രായപൂർത്തിയാവാത്തതായ കുട്ടികളായിരുന്നു. അതെ, ആ പ്രായപൂർത്തിയാകാത്തതായ കുട്ടികൾ അത്തരത്തിൽ വരുന്നത് സംബന്ധിച്ച് സംശയം തോന്നുകയും ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളത് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും പോലീസ് ഇവരെ അവരുടെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പിന്നീട് എന്താന്ന് വെച്ചാൽ അവർ വന്നത് അവരുടെ രക്ഷകർത്താക്കളുടേതായ അറിവും സമ്മതത്തോടും കൂടി, രക്ഷകർത്താക്കൾ കൂടെ ഇല്ല, അതുകൂടി അറിയണം. ഇത്തരം ഒരു കാര്യത്തിൽ NIA-യുടേതായിട്ടുള്ള കോടതിയിലേക്ക് ഇത്തരം കാര്യങ്ങളല്ല പോകൽ അവിടെ ഉണ്ടായത്. വേറൊരു കാര്യം, ഈ കേസ് നടക്കുന്ന കോടതിയിൽ അവിടെ ആരും ഈ കേരളത്തിലെ ഏതെങ്കിലും ദള്ളുകാരോ ഏതെങ്കിലും പാർട്ടിക്കാരോ ഏതെങ്കിലും ഗ്രൂപ്പുകളോ അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിക്കുകയും അങ്ങനെ ന്യായാധിപനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. അവരെവിടെയെങ്കിലും പോലീസുകാർ അത്തരത്തിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാരോട് ഈ കാര്യം ഡിക്റ്റേറ്റ് ചെയ്യാനായി ആരെയും പോകാനായി അനുവദിച്ചിട്ടില്ല. ഇവിടെ പോലീസുകാർ ബജറംഗ് ദളിനെയാണ് ഏൽപ്പിക്കുന്നത്. അവരാണ് ഇത്തരം കാര്യങ്ങൾ. ഇവിടെ എന്താന്ന് ചോദിച്ചാൽ അരി എത്രാന്ന് ചോദിച്ചാൽ അദ്ദേഹം പയറഞ്ഞാഴി എന്ന് പറയും, ചക്കയുടെ കണക്ക് ചോദിച്ചാൽ ചുക്കെന്ന് പറയും. തീർച്ചയായും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. തുടരൂ, താങ്കളുടെ വാദം നിരത്തൂ. അല്ലല്ല അജിംഷാദെ, എന്റെ ഊഴമാണ്, ഞാൻ ഒന്ന് പറയട്ടെ. അപ്പം സമ്പത്ത് ഇടപെട്ടിട്ട് ഇവിടെ പൊട്ടിത്തെറി കാണിച്ച് സമ്പത്ത് ഇടപെട്ട് വലിയ ആളാവാൻ നോക്കുന്നത് എന്റെ അടുത്ത് വേണ്ട. അതൊക്കെ അങ്ങനെ പാർട്ടിക്കാർ ഇത്തരം വർത്തമാനങ്ങൾ തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. താങ്കൾ പറയൂ, അൺപാർലമെന്ററി ആയ രീതിയിലേക്ക് താങ്കളെ പോലൊരാൾ നയിക്കരുത്. താങ്കളുടെ വാദം പറയും. ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇതേ സമാനമായ ഒരു കേസ് 3 പെൺകുട്ടികൾ ഉൾപ്പെടുന്ന ഒരു വിഷയം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിൽ അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കോടതി ഇന്നലെ വെറുതെ വിട്ടത് അവരെ? കോടതി ഈ കന്യാസ്ത്രീകളെ വെറുതെ വിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ പിണറായി വിജയന്റെ പോലീസ് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തീയ വിരുദ്ധതയല്ല, അത് ന്യൂനപക്ഷ വിരുദ്ധതയല്ല. പക്ഷെ ഛത്തീസ്ഗഡിൽ നടന്നു കഴിഞ്ഞാൽ ഇവിടെ സമ്പത്തിനൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഡ്രസ് ചെയ്യാതെ പോവുക. അല്ല, അതിനകത്ത് പറയുന്നുണ്ട് there is absolutely no indication that the girls were kept in bondage, subjected to hazardous work or misled in any manner. അത്തരം വാദങ്ങൾ തെളിയുന്ന ഘട്ടമാണ്. അതായത് തെറ്റാണ്, പറയുന്നത് തെറ്റാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി എത്തുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടുമ്പോൾ പോലീസ് അതിന്റെ നിയമപരമായ കാര്യങ്ങൾ എഴുതു. അതുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ മുൻകൂട്ടി അവർ കുറ്റക്കാരാണ്, മതപരിവർത്തനം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് നിയമം വഴി അവർ അക്യൂട്ടായത്. അവർക്ക് തെളിവുകൾ അവർക്ക് എതിരായി ഇല്ലാത്തത് കൊണ്ട് അവർ മോചിതരാകുകയാണ് ഈ കേസിൽ നിന്ന്. അതാണ് നടന്നത്. അതിനെ ഇതുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നു. ഇതാണോ രണ്ട് കന്യാസ്ത്രീകളെ വളഞ്ഞിട്ട് ബജറംഗ് ദൾ ആക്രമിക്കുന്നു, എന്നിട്ട് അവർ പറയുന്ന കണക്ക് പോലീസ് ചാർജ് ഷീറ്റ് എഴുതുന്നു, എന്നിട്ട് അതിന് ഒത്ത രീതിയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നു, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ. അതാണോ ഇതുമായി കമ്പയർ ചെയ്യേണ്ടത്? എന്തൊരു വഴികേടിലേക്കാണ് താങ്കളുടെ വാദങ്ങൾ നിരത്തുന്നത് ശ്രീ മിഥുൻ വിജയകുമാർ. പ്രകടിപ്പിക്കുക അല്ലാതെ ഒരു ചർച്ചയെ വഴിതെറ്റിച്ചുകൊണ്ട് അത് സംഘപരിവാർ വിരുദ്ധത താങ്കളുടെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി മാറ്റരുത്. ഇവിടെ പറയാനുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരി, താങ്കളുടെ വാദം പറഞ്ഞല്ലോ. ഓക്കെ, മുണ്ടാടച്ചൻ. അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോയാലോ? മര്യാദയില്ലാത്ത CPM പ്രതിനിധി എന്റെ സമയത്ത് മൊത്തം ഇടപെട്ടുകൊണ്ട് സംസാരിക്കായിരുന്നില്ലേ? അപ്പൊ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന പോലെ സിസ്റ്റേഴ്സ് നേരെ കള്ളക്കേസ് എടുത്തു താങ്കൾക്ക് എങ്ങനെ അറിയാം? ഇത് കോടതിയിൽ കിടക്കുന്ന വിഷയമല്ലേ? ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് CPM പ്രതിനിധി ഒരു അഡ്വക്കേറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അത്ര പോലും നിയമപരിജ്ഞാനമില്ലേ? ഒരു പോലീസ് കേസെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ കേരളത്തെ സംബന്ധിച്ച് ഇന്നലെ കോടതിയിലൂടെ വിധി വന്നു. സമ്പത്ത് എന്തോ പറയുന്നു, താങ്കൾ പറഞ്ഞതിൽ ഏതോ ഒരു എററാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിയിൽ അത്തരത്തിൽ കുറ്റവിചാരണ പോലും ആരംഭിക്കാത്ത ഒരു കേസിനെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആധികാരികമായി പറഞ്ഞത് എങ്ങനെ? അതാണ് ചോദ്യം. ആ മുഖ്യമന്ത്രി പറഞ്ഞതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. കേട്ടില്ല. മുഖ്യമന്ത്രി ഇത്തരം ട്രയലുകൾ പുരോഗമിക്കുന്നതിന്റെ അന്തിമ തീർപ്പ് എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ആ അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ അതൊക്കെയാണ് പ്രസക്തമായ ചോദ്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് പോകണം. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്ന, എസ്പെഷ്യലി ട്രൈബൽ മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് കുറച്ചുകൂടെ കർശനമായിട്ടാണ് നടപടി സ്വീകരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്ത് പോകണം. അപ്പൊ അത്
ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കന്യാസ്ത്രീമാർ നടത്തിയത് മതപരിവർത്തനവും ഹ്യൂമൻ ട്രാഫിക്കിംഗും ആണെന്നാണ് ഇൻഡയറക്റ്റായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് കേസെടുത്തതെന്ന വാദമാണ് സംഘപരിവാർ ഉന്നയിക്കുന്നത്. അതാണ് മിഥുന്റെ വാക്കുകളിലൂടെ എത്തുന്നത്. മുണ്ടാടച്ചൻ പറയൂ. കാര്യങ്ങൾ പൂർണ്ണമായും കേട്ടിട്ട് പോയാൽ മതി അജിംഷാദെ. കാരണം എന്റെ സമയത്ത് മൊത്തം ഇടപെടുകയും താങ്കൾ സംസാരിക്കുകയും ഏറ്റവും കൂടുതൽ സമയം എടുത്തത് താങ്കളാണ്. മുണ്ടാടച്ചൻ പറയട്ടെ, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കല്ലേ. താങ്കളുടെ വാദം നിരത്തി, അതിന് ഉത്തരം പറയട്ടെ. ഒറ്റ കാര്യം കൂടെ മിഥുനൊന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് മിഥുനൊന്ന് പറഞ്ഞോട്ടെ. അച്ഛൻ എനിക്ക് CPM-ന്റെ പ്രതിനിധി കൊടുക്കാൻ കുറച്ച് മറുപടികളുണ്ട്. അദ്ദേഹം ഇവിടെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ അല്ല, പെട്ടെന്ന് ഈ പോയിന്റുകൾ പറയൂ, നമ്മൾ ചർച്ച തീരും പോകുന്നില്ല. ഒന്ന് പറയട്ടെ ഒറ്റ കാര്യം പറയട്ടെ. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവുണ്ടല്ലോ, അദ്ദേഹത്തിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഈ അഭിപ്രായമൊന്നും അല്ല കേട്ടോ. സജി ചെറിയാൻ 2022 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞ ചർച്ച വഴിതെറ്റിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി CPM-ന് മാത്രമേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. അതായിക്കോട്ടെ, അദ്ദേഹം എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിക്കോട്ടെ. ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇതിൽ ഈ കൺവേർഷനെ കുറിച്ചുള്ള താങ്കൾ കുറെ മെട്രിക്സ് നിരത്തി സംസാരിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്യൂർ റിസർച്ച് സെന്ററിന്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കാം. അപ്പോൾ അവിടെ ഈ മെജോറിറ്റി ഓഫ് ക്രിസ്ത്യൻ കൺവേർട്സ് ആർ ഫ്രം SC ആൻഡ് ST ട്രൈബ്സ്. അതിൽ 48% SC, 14% ST, 26% അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. ഈ മാത്രമല്ല, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോസലിറ്റൈസിങ് റിലീജിയൻ ആണ്, അതായത് പരിവർത്തനത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു റിലീജിയൻ ആണ്. നോൺ പ്രോസലിറ്റൈസിംഗ് ആയിട്ടുള്ള റിലീജിയൻസ് ആണ് കൂടുതൽ ഇന്ത്യയിലുള്ള റിലീജിയൻസ്. അപ്പൊ അതിൽ ഹിന്ദുയിസം എന്നൊക്കെ പറഞ്ഞത് നോൺ പ്രോസലിറ്റൈസിംഗ് ആയിട്ടുള്ള റിലീജിയൻ ആണ്. ഈ യൂറോപ്പിലടക്കം നടന്ന് സന്യാസി മഠങ്ങൾ സ്ഥാപിച്ച് മതപരിവർത്തനവും മതപ്രബോധനവും എന്ന് പറഞ്ഞുകൊണ്ട് നടത്താൻ ഈ ഹിന്ദു പ്രചാരകർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് അവിടെ ഒന്നും നേരിടുന്നില്ല. ശ്രീ മിഥുൻ, അതവിടെ നിൽക്കട്ടെ. താങ്കളുടെ വാദം കൃത്യമാണ്. താങ്കളുടെ വാദം ഞാൻ മുണ്ടാടച്ച ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ 48% ക്രൈസ്തവ മതമാറ്റം നടക്കുന്ന SC/ST വിഭാഗങ്ങളിൽ നിന്നാണ്. ഛത്തീസ്ഗഡിൽ അത് കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ പോലീസ് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നതെന്ന വാദമാണ് മിഥുൻ ഉയർത്തിയത്. മുണ്ടാടച്ചൻ മറുപടി പറയൂ. ഒരൊറ്റ കാര്യം, ഞാൻ ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും പാർട്ടി ക്ലാസ്സിൽ പോയി, അതായത് ഈ വർഷം 378 ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്തി. അതിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നത് ആകപ്പാടെ പോലീസ് FIR ഇട്ട കേസ് എത്രയാണെന്നറിയോ? വെറും 17. 378 കേസുകളിൽ പോലീസ് FIR ഇട്ടത് വെറും 17 കേസുകളിലാണ്. ആ പോലീസാണ് ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നേരെ ബജ്രംഗ് ദൾ ഒച്ച വെച്ചപ്പോൾ പെട്ടെന്ന് FIR ഇട്ടത്. ഇത് ഈ സർക്കാരിൻ്റെയും അതുപോലെ ഈ ഹിന്ദു പരിഷത്തിന്റെ അല്ലെങ്കിൽ സംഘ് പരിവാറിൻ്റെയും ഇരട്ട താപ്പ് തന്നെയാണെന്ന് തന്നെ പറയണം. ഈ ഇരട്ട താപ്പ് ഈ മതേതര രാജ്യത്തിൽ, പ്രത്യേകിച്ച് ഈ കാര്യം പറയുമ്പോൾ അരമന കയറി അടങ്ങുന്ന കേക്കും ഇതിനെയൊക്കെ പറഞ്ഞ് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഇത്തരം ന്യായം, ഇത്തരം കാര്യങ്ങളൊന്നും ബോധവും ബുദ്ധിയുമുള്ള കേരളത്തിലെ ജനതയോ ഇന്ത്യയിലെ ജനാധിപത്യ മര്യാദയുള്ള സുമനസ്സുകളായ മനുഷ്യരോ സ്വീകരിക്കുകയില്ല. ഇതിൻ്റെ പ്രതിഫലനം ഇനിയുള്ള കാലങ്ങളിൽ BJPക്കും അതുപോലെയുള്ള പാർട്ടികൾക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ പ്രേക്ഷകരൊക്കെ നിരവധി മേഖലകളിൽ പറയുന്ന ഒരു കാര്യങ്ങൾക്ക് കൂടി മുണ്ടാടച്ചന്റെ വായിൽ നിന്ന് മറുപടി വേണം. അതുകൊണ്ടാണ് ചുരുക്കി ഒരു സെന്റൻസിൽ മറുപടി പറഞ്ഞാൽ മതി. അതായത് ഈ കാസ അടക്കമുള്ള BJPയുടെ അരമന കയറ്റം നടക്കുന്ന ഒരു ഘട്ടത്തിൽ പല വിധത്തിലുമുള്ള ആശങ്കകൾ ഇവിടുത്തെ മതേതരവാദികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആശങ്ക സൃഷ്ടിച്ച ചില ഘടകങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും പോലും ഉയർന്നിട്ടുണ്ട്. അവരോട് ഈ ഘട്ടത്തിലുള്ള മറുപടി താങ്കളുടെ. മുണ്ടാടച്ചൻ. അതായത് ഈ കത്തോലിക്ക തിരുസഭയിൽ, കേരളത്തിലെ കത്തോലിക്ക തിരുസഭയിൽ ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെ മുതലെടുക്കാൻ സംഘ് പരിവാർ പോലെയുള്ള പാർട്ടികൾ ഈ സഭയിലെ സഭാമക്കളെ കൂട്ടുപിടിച്ചു. ആ കൂട്ടുപിടിച്ചതിൻ്റെ ഏറ്റവും ദുരന്ത ഫലമാണ് ഈ കാസ എന്നുള്ള സംഘടന. അപ്പൊ അതുപോലെ ഇവിടുത്തെ ക്രൈസ്തവർ, ഇവിടുത്തെ കത്തോലിക്കർ ഈ ഒരു കാസ എന്നുള്ള സംഘടനയിൽ ഡിഫൈൻ ചെയ്യാവുന്നവരല്ല. അത് കേവലം ന്യൂനപക്ഷം മാത്രമാണ് എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ കത്തോലിക്ക വിശ്വാസികൾക്ക് കൃത്യമായ അവബോധമുണ്ട്, രാഷ്ട്രീയ അവബോധമുണ്ട്, ജനാധിപത്യ ബോധമുണ്ട്, മതേതരത്തെയും മതസൗഹാർദ്ദത്തെയും എന്നും മുറുകെ പിടിക്കുന്നവരുമാണ്. അതാണ് അതിനുള്ള മറുപടി. തീർച്ചയായും ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകണമായിരുന്നു. എന്തായിരുന്നാലും ചർച്ച വൈൻഡപ്പ് ചെയ്യാണ്. അവസാനമായി ഡോക്ടർ TS ശ്യാംകുമാർ, ഈ സംഭവഗതികളെ ഒരു ആശയവൽകൃതമായ നിലപാടിൽ
ഊന്നി നിന്നുകൊണ്ട് വേണം നിരീക്ഷിക്കാനും രാഷ്ട്രീയ പോരാട്ടം നടത്താനും ചെയ്യേണ്ടത്. അല്ലേ ശ്രീ ടി എസ് ശ്യാംകുമാർ? ഇവിടെ മുണ്ടാടച്ചൻ പറഞ്ഞു, ഇത്തരം പല പ്രലോഭനങ്ങളിലും താൽക്കാലികമായി വീഴുന്ന പലരും ഉണ്ടാകും. അവരൊക്കെ ചെവിയിൽ നുള്ളി ഓർക്കുക ഇവരുടെ ഈ ആട്ടിൻ തോലിട്ട ചെന്നായി രാഷ്ട്രീയത്തെ. ശ്രീ ടി എസ് ശ്യാംകുമാർ. തീർച്ചയായിട്ടും ഇത് വളരെ കൃത്യമായിട്ട് ഛത്തീസ്ഗഡിൽ തന്നെ പലതവണ ഹിന്ദുത്വവാദികൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആഹ്വാനം ചെയ്തതാണ്. ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് വേണ്ടി മതപരിവർത്തനം തടയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം തന്നെ. ഈ മതപരിവർത്തനം എന്ന് പറയുന്നതിന്റെ പേര് നടപ്പിലാക്കുന്ന എന്താണ്? ആദിവാസികളെയും ദളിതരെയും ഗ്രാമമതത്തിന്റെ അടിമകളാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. സമ്പത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രഹാൻസ്റ്റൈനെ ചുട്ടുവന്ന ആൾക്കാരാണിവര്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരെയും കൊല്ലാൻ മടിയില്ല, ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ മടിയില്ല, ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇവർക്ക് മടിയില്ല. അതുകൊണ്ട് ഈ ഹിന്ദുത്വവാദികൾക്കെതിരെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കരവും നെയ്യും മനവും മറന്ന് ഐക്യത്തോടുകൂടി നിലനിന്നില്ലെങ്കിൽ ഇന്ത്യ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഒരു നാടാക്കി ഇവർ മാറ്റും. അതിനെ അനുവദിക്കാതെ സാഹോദര്യ ജനാധിപത്യത്തെ വീണ്ടെടുത്തുകൊണ്ട് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ ക്രിസ്തുമത പരിവർത്തനം തടയുക എന്നതിന്റെ പേരിൽ നടപ്പിലാക്കുന്നത് ദളിതരെയും ആദിവാസികളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ തന്നെ കൂട്ടത്തോടുകൂടി വംശീയ ഹത്യ നടത്താനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ ഇത്തരം സ്വാതന്ത്ര്യമുള്ളിടത്തെല്ലാം പോയി മതപരിവർത്തനം നടത്താം, മഠങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും അവരതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അജിൻസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവര് കാനഡയിലും അമേരിക്കയിലും ഒക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കുഴപ്പമില്ല ഇവർക്ക്. കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങൾ തന്നെ ഭയപ്പെടും. അഹമ്മദ് ഫറാസിൻ്റെ വരികളാണ്. ഇവിടെ സന്യാസിമാരെ ക്രിസ്തുവിൻ്റെ രക്തം സേവന വിയർപ്പാക്കി ഒഴുക്കി ഇവിടുത്തെ വിദ്യാഭ്യാസവും ഇവിടുത്തെ സേവന ആതുര ചികിത്സാ രംഗവും ഒക്കെ സമ്പന്നമാക്കിയ ആ മിഷണറിയിലെ വിശുദ്ധരായ സന്യാസിമാരെ അവരുടെ ആ തിരുവസ്ത്രത്തിൽ തന്നെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ, വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഭയപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് രൂപപ്പെടും. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കടമനിട്ട തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാവുകയാണ്.